നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ഒരിക്കൽ കൂടി കോടതിയിൽ നിന്ന് സംഘപരിവാറിന് തിരിച്ചടി ലഭിക്കുന്നു. തീർത്ഥാടനത്തിന്റെ മറവിൽ ധർണയും പ്രകടനവും പാടില്ലെന്ന് ഹൈക്കോടതി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയ്ക്കായി നമുക്ക് കുറെ പിന്നിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. പരിവാര സന്തതികൾ നടത്തിയ നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ ഫലം കണ്ടപ്പോഴാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കപ്പെട്ടത്. ആദ്യം സ്വാഗതം ചെയ്ത അവർ ഹൈന്ദവ ദർശനങ്ങളെപ്പോലും പരിചയാക്കി. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് കടകം മറിഞ്ഞ് പറഞ്ഞത് വിഴുങ്ങി വിധ്വംസക രാഷ്ട്രീയത്തിന്റെ കലാപക്കൊടിയുമായി അയ്യപ്പന്റെ പൂങ്കാവനം കലാപഭൂമിയാക്കി. ഇത് ഒറ്റപ്പെട്ട കരണം മറിയലല്ല, വീണ്ടും തെളിയിക്കപ്പെട്ടത് കീഴാറ്റൂരിലാണ്. കുത്തിത്തിരിപ്പിന്റെയും നയവഞ്ചനയുടെയും രാഷ്ട്രീയം തന്നെയായിരുന്നു കീഴാറ്റൂരിലേത്. കുത്തിത്തിരിപ്പിന് ഓഡിറ്റില്ലാത്തത് കൊണ്ട് ശബരിമലയിൽ BJP വീണ്ടും നെറുകേടിന്റെ അംഗമിറക്കും. പക്ഷേ അവർക്കൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും നിഷ്കളങ്കരുണ്ടെങ്കിൽ ഇവരെ മനസ്സിലാക്കാൻ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കേന്ദ്ര വിജ്ഞാപനം ഇറക്കുമ്പോൾ വാഗ്ദാനം നൽകിയതൊക്കെ വിഴുങ്ങി ബൈപ്പാസ് കീഴാറ്റൂർ വയലിലൂടെ തന്നെ എന്നാണ് അടിവരയിടുന്നത്. അതും അടിവരയിടുന്നത് കേന്ദ്രം തന്നെയാണ്, കേന്ദ്ര സർക്കാർ തന്നെയാണ്. നാളെ ശബരിമലയിലും ഇതുപോലൊരു കടകം മറിയൽ തന്നെയാകും കാണേണ്ടി വരിക. അതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ശ്രീധരൻ പിള്ളയിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന നിലപാട് മാറ്റങ്ങൾ. ശരണത്തിന് പകരം ദണ്ഡയെടുക്കുമെന്ന് ഇപ്പോഴും BJP നേതാക്കൾ ആവർത്തിക്കുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് ചോദിക്കുന്നു, കോടതി തരുന്ന സന്ദേശം എന്ത്, കീഴാറ്റൂർ തരുന്ന സന്ദേശം എന്ത്? ശരണത്തിന് പകരം ദണ്ഡയോ? തീർച്ചയായും കീഴാറ്റൂരിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സംഘപരിവാർ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ വൈരുദ്ധ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ നാം ചർച്ച ചെയ്യേണ്ടത്. M. സ്വരാജ്, VV പ്രകാശ്, പുഞ്ചക്കരി സുരേന്ദ്രൻ എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുക. ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം ശ്രീ BJP നേതാവ് പുഞ്ചക്കരി സുരേന്ദ്രനിലേക്ക്. ശ്രീ സുരേന്ദ്രൻ, അതായത് ശബരിമലയിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വലിയൊരു വാർത്ത നാം കാണുകയാണ്. അതായത് തീർത്ഥാടനത്തിന്റെ മറവിൽ ധർണയും പ്രകടനവും പാടില്ല എന്ന്. ഒരുപക്ഷെ അതേ സംബന്ധിച്ചുള്ള BJPയുടെ പ്രതികരണം ആദ്യമാരായ ശബരിമലയിൽ ധർണയും പ്രകടനവും നടത്താൻ BJP സന്നദ്ധമല്ല. BJPക്ക് അതിനോട് താല്പര്യമില്ല. അത്തരത്തിലുള്ള ഒരു സമരമാർഗം ശബരിമലയിൽ നടത്തുന്നതിനോട് BJPക്ക് താല്പര്യമില്ല. പക്ഷേ ഈ വിഷയം നാം കാണുന്നതെല്ലാം നാമജപമാണ്. അതെല്ലാം നാമജപമാണ്. ശബരിമലയെ സംബന്ധിച്ചുള്ള നാമജപമാണ് BJPക്കാരായിട്ടും സംഘപരിവാർ പ്രസ്ഥാനവും അല്ലെങ്കിൽ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ നടത്തുന്നതെല്ലാം നാമജപമാണ്. നാമജപമല്ലാതെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാം, അവിടെ നടപടിയെടുക്കാം. BJP അതിന് സ്വാഗതം ചെയ്തു. അപ്പോൾ K. സുരേന്ദ്രന്റെ അറസ്റ്റും അതൊക്കെ സ്വാഗതം ചെയ്തു. K. സുരേന്ദ്രന്റെ അറസ്റ്റ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? എന്താണ് K. സുരേന്ദ്രന്റെ പേരിൽ ചുമത്തിയിട്ടുള്ള കേസ്? അത് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. K. സുരേന്ദ്രൻ ഏതെങ്കിലും തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചിട്ടാണോ ശബരിമലയിൽ പോയത്? ശബരിമലയിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരുമുടിക്കെട്ടുമായിട്ട് അദ്ദേഹത്തിന്റെ ചില സഹപ്രവർത്തകരുമായിട്ട് യാത്ര ചെയ്തു. ആ സമയത്താണ് പോലീസ് തടയുകയും ആ തടയുന്ന സാഹചര്യത്തിൽ നിന്ന് അറസ്റ്റിലേക്ക് വലിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം BJPയെ കുറിച്ചോ BJPയുടെ നേതാക്കന്മാരെ സംബന്ധിച്ചോ ഏതെങ്കിലും പരിവാർ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ വിളിച്ചോ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യവും അദ്ദേഹം വിളിച്ചിട്ടില്ല. അദ്ദേഹം സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രവും ജപിച്ചുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഭാരത് മാതാ കി ജയ് എന്ന് കേട്ടിരുന്നു. ആരാണ് അത് വിളിച്ചേക്കാം. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചത് ആരെന്ന് നമ്മൾ പരിശോധിക്കണം. അത് സുരേന്ദ്രനല്ല വിളിച്ചതെന്ന് വ്യക്തമാണ്. 18-ാം പടി കയറി ഇറങ്ങിയതും ശബരീശന്റെ പുറം തിരിഞ്ഞിറങ്ങിയതും ഒക്കെ പരിശോധിക്കണം. ആ അർത്ഥത്തിൽ നമുക്ക് അതവിടെ നിൽക്കട്ടെ. അത് ഏറ്റവും പുതിയ വാർത്തയായതുകൊണ്ട് BJPയുടെ നിലപാട് അതിൽ സ്പർശിച്ചു തുടങ്ങാം എന്നതുകൊണ്ടാണ് എടുത്തത്. ഇന്ന് യഥാർത്ഥത്തിൽ വയൽക്കിളികളുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു തീരുമാനം 3G നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായി. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൽ നിന്നാണ് അതുണ്ടായത്. അതായത് നിതിൻ ഗഡ്കരിയാണ് അതിൻ്റെ മന്ത്രി. ഈ നിതിൻ ഗഡ്കരിയെയാണ് വയൽക്കിളികളുടെ കീഴാറ്റൂരിലെ നേതാവിനെയും കൂട്ടി BJP അവിടെ എത്തിയതും ചർച്ച ചെയ്തതും സംസാരിച്ചതുമൊക്കെ. അന്ന് നൽകിയിരുന്ന വാഗ്ദാനങ്ങളൊക്കെ കാറ്റിൽ പറത്തി കേന്ദ്ര സർക്കാർ തന്നെ ഇത്തരത്തിലൊരു ചതി അവർക്ക് മേൽ നടത്തി. അതേ സംബന്ധിച്ച് കീഴാറ്റൂർ സുരേഷ് പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ആ സുരേഷിന്റെ വാക്കുകളൊന്ന് കേൾക്കും.
BJP CPM-ന്റെ കേന്ദ്രത്തിൽ നടന്ന ഒരു സമരം CPM-നെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമായി മാത്രമാണ് അവർ വയൽക്കിളിയെ കണ്ടത്. മറിച്ച് ഈ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഈ നോട്ടിഫിക്കേഷനിലൂടെ തെളിയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇവിടെ കീഴാറ്റൂർ സന്ദർശിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാതെ ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഞങ്ങളത് വ്യക്തമായി. ഇത് കീഴാറ്റൂർ ജനത ഇപ്പോൾ മനസ്സിലാക്കി. നാലെണ്ണയുടെ ചട്ടി പൊട്ടിയാലും കറക്റ്റ് സ്വഭാവം പിടികിട്ടിയെന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇതാണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും പുതിയതായി കാണേണ്ടത്. ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഈ കീഴാറ്റൂർ സമരത്തെ വിവക്ഷിക്കേണ്ട സമയമാണിത്. BJPക്ക് പ്രതികരിക്കാം. കീഴാറ്റൂർ വിഷയവും ശബരിമല വിഷയവും കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഈ വിഷയത്തെ ചർച്ച ചെയ്യേണ്ടതില്ല. കീഴാറ്റൂർ വിഷയമാണ്. ഈ രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ശബരിമല എന്ന് പറയുന്നത് വിശ്വാസ പ്രചാരവുമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് രണ്ടും തമ്മിൽ ഒന്നായിട്ട് ഇതിനെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ചർച്ചയുടെ ഒരു വശത്തേക്ക് പോകേണ്ടത് ആവശ്യമില്ല. കീഴാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ശ്രീമാൻ സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കേട്ടു. അദ്ദേഹം ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് തന്റെ പ്രസ്ഥാനം താൻ വിശ്വസിച്ചിട്ടുള്ള ജീവിതകാലം മുഴുവൻ വിശ്വസിച്ചിട്ടുള്ള തന്റെ പ്രസ്ഥാനം പോലും മാറ്റി പറഞ്ഞ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് സുരേഷ് ഗോപി MP നിങ്ങളുടെ MP ആണല്ലോ. കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നിടത്തോളം കാലം, ആ കാലമൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. കാലം അവിടെ അങ്ങനെ ഒരു ബൈപ്പാസ് വയലിന്റെ മുകളിലൂടെ പോകില്ല. ബംഗാളിൽ നിന്ന് BJP നേതാവ് എത്തുന്നു. നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും മണ്ണുമായി എത്തിയാണ് പ്രകടനം നടത്തുന്നത്. കീഴടങ്ങില്ല കീഴാറ്റൂരിലെന്ന് പറഞ്ഞ് PK കൃഷ്ണദാസാണ് സമരം ചെയ്തത്. കേരളം കീഴാറ്റൂരിലേക്ക് കുമ്മനം രാജശേഖരൻ, ഇപ്പോൾ നിങ്ങൾ ഗവർണറാക്കി മാറ്റിയ നിങ്ങളുടെ പഴയ അധ്യക്ഷൻ, അദ്ദേഹം അടക്കമുള്ളവർ അവിടെ എത്തുന്നു. വലിയ രീതിയിലെ സമരം സംഘടിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ കുറ്റമാണ്, കേന്ദ്രം വഴി ഞങ്ങൾ അത് ശരിയാക്കുമെന്ന്. അതായത് ശബരിമലയിൽ പറയുന്ന അതേ വാചകങ്ങൾ, ശബരിമലയിൽ പറയുന്ന ജനങ്ങളെ കബളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ വാചകങ്ങൾ എന്നാർക്കെങ്കിലും സംശയം തോന്നിയാൽ തെറ്റു പറയാനാകുമോ? വ്യതിരിക്തമായതിനെ കാണാനാകില്ല കേരള സമൂഹത്തിന്. BJPയുടെ നേതാക്കന്മാരോ ആ തരത്തിലുള്ള ഒരു വാഗ്ദാനം അവിടുത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടോ സുരേഷിനോ മറ്റാർക്കും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, അവിടുത്തെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ വിഷയം ഒരു പ്രസ്ഥാനവും അതിനോടൊപ്പം പ്രതികരിക്കാതെ പിന്തുണ കൊടുക്കാതിരുന്ന സാഹചര്യത്തില് ആ സമരത്തിന് സഹായിച്ചിട്ടുണ്ട്, ആ സമരത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ അവരുടെ ആവശ്യങ്ങള് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി BJPയുടെ നേതാക്കളടക്കം ഈ നിങ്ങൾ പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാര് അപേക്ഷകൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിതിൻ ഗഡ്കരി, അതായത് കീഴാറ്റൂർ സുരേഷിനെയും കൂട്ടി നിങ്ങൾ പോയി കണ്ട മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. ആ മന്ത്രിയുടെ വകുപ്പിൽ നിന്നാണ് ഇപ്പോൾ 3G നോട്ടിഫിക്കേഷൻ എത്തിയത്. മുമ്പ് ജൂലൈയിൽ ഒരു 3D നോട്ടിഫിക്കേഷൻ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ നൽകിയത്. ഇതുവരെയും ഒരു വിദഗ്ധ സമിതി നവംബർ ആയതിനു ശേഷവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല 3G നോട്ടിഫിക്കേഷൻ ആവുകയും ചെയ്തു. അതായത് കീഴാറ്റൂരിന് മുകളിലൂടെ തന്നെയാണ് ആ ദേശീയ ബൈപ്പാസ് പോകുന്നത് എന്ന് സുവ്യക്തമാവുകയാണ്. ഈ ചതി ചെയ്തതിന്റെ സമാനത തന്നെയാണ് ശബരിമലയിൽ ആരെങ്കിലും ദർശിക്കുന്നതെങ്കിൽ അവരെ കുറ്റം പറയാനാകുമോ? ആര് ദർശിക്കാൻ? ശബരിമലയിൽ ആരാ ദർശിക്കേണ്ടത്? ശബരിമലയിൽ ഭക്തരായിട്ടുള്ള ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ദർശനം നടത്താം. അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവിടെ ഒരു വിഷയമില്ല. അവിടെ വിഷയം ഉണ്ടാക്കുന്നത് ഈ ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ചില ആൾക്കാരാണ്. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് വിധിയുടെ അടിസ്ഥാനത്തിലോ ആക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രശ്നമാണ്. ശ്രീ M സ്വരാജ്, അതായത് ഈ വിഷയത്തിൽ വെളിവാകുന്ന ചില കാര്യങ്ങളുണ്ട്. കേരള സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ മണ്ണിൽ നവോത്ഥാനത്തിന്റെ ഭൂമികയ്ക്ക് ബാക്കി പത്രമായി രൂപം കൊണ്ടെടുത്ത് BJP ഒരു ദേശീയ സമരങ്ങളും ഒരു ജനകീയ സമരങ്ങളും നടത്തിയിട്ടില്ല. അവർ നടത്തിയ സമരങ്ങൾ ഇപ്പോൾ എണ്ണിപ്പറയാവുന്ന കീഴാറ്റൂരും അല്ലെങ്കിൽ ശബരിമലയും ഒക്കെയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് അവിടുത്തെ തിരിച്ചടികൾ, അതിലെ തന്നെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ കൂട്ടിമുട്ടുന്നത്. BJPയും BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും തമ്മിൽ കൂട്ടിമുട്ടുന്നത്. യഥാർത്ഥത്തിൽ കീഴാറ്റൂരിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയെ ദർശിക്കണം. തീർച്ചയായും ഞാനും കരുതുന്നത് നിങ്ങളുടെ ഈ പരിശോധന വളരെ അർത്ഥപൂർണമാണെന്നാണ്. എന്തുകൊണ്ടെന്നാൽ വർത്തമാനകാല ഇന്ത്യയിൽ കേരളം പ്രതീക്ഷയുടെ ഒരു തുരുത്താണ്. ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളം ഒരു പ്രതീക്ഷയുടെ തുരുത്താണ്.
സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തെ തകർക്കണം, കേരളത്തെ തകർക്കുക, കേരളം പിടിക്കുക എന്നത് ഇവരുടെ അജണ്ടയാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഇപ്പോൾ BJP കേരളത്തിൽ ജയിക്കാൻ ശ്രമിക്കുന്നതിനൊന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ കേരളം പിടിക്കാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കാം എന്ന് വരുന്നത് തെറ്റാണ്. അതിനെ കേരളം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. കീഴാറ്റൂരിലും ശബരിമലയിലും നമ്മൾ കാണുന്ന അതാണ്. ഓരോ വിഷയവും എടുത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ ഒറ്റ വാക്കിൽ പറയാം. കീഴാറ്റൂരിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? കീഴാറ്റൂരിൽ വയലിലൂടെ ബൈപ്പാസ് വരുന്നു. സ്വാഭാവികമായും അവിടുത്തുകാരായ ആളുകൾക്ക് അതിലൊരു ആശങ്കയും പ്രയാസമൊക്കെ ഉണ്ടാവും ആദ്യഘട്ടത്തിൽ വരുമ്പോൾ. അങ്ങനെയാണല്ലോ എല്ലാ സ്ഥലത്തും. ഇവരുടെ അതേ നിലവാരത്തിലാണ് ഞങ്ങൾ നിന്നിരുന്നതെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? CPIM അത് അങ്ങോട്ട് ഒരു കേന്ദ്രം കൂടിയാണല്ലോ. ഞങ്ങളങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ഇതാ കേന്ദ്രത്തിന്റെ അലൈൻമെന്റ് ആണിത്, ഞങ്ങൾ ഇതിൽ കാച്ചിയവരുമല്ല കറന്നവരുമല്ല, ഈ അലൈൻമെന്റ് ഉണ്ടാക്കിയത് ഇവരല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP അല്ലേന്നല്ല, BJP ഗവൺമെന്റിന്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയവും അല്ലേ? അപ്പം ഞങ്ങൾക്ക് ജനങ്ങളെ അങ്ങ് അണിനിരത്തിയിട്ട് അതിന്റെ മുൻപിൽ നിന്നിട്ട് വളരെ എളുപ്പമല്ലേ അത്? ഈ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് ഇതൊരിക്കലും വരരുതെന്ന് പറഞ്ഞ് ആ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുത്താൽ പോരെ? ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. ഞങ്ങൾ ഇതിന്റെ അനിവാര്യത മനസ്സിലാക്കി വികസനത്തിന് ഇത് ആവശ്യമാണ് എന്ന് കണ്ട് പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള പാരിസ്ഥിതിക പ്രശ്നമല്ല. ഇതൊരു 10-11 ഏക്കർ നെൽവയൽ നഷ്ടപ്പെടുന്നതാണ്, ബാക്കിയെല്ലാം കൃഷി സംരക്ഷിക്കാൻ കഴിയുന്നതാണ്, മറ്റു പോംവഴിയില്ലാത്തതാണ്. ഇവരുടെ കീഴിലുള്ള മന്ത്രാലയം ചെയ്തതാണെങ്കിലും ഇതല്ലാതെ മാർഗമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ചെയ്തത്. പക്ഷെ ഇവരെന്താ ചെയ്തത്? ഇവർ അലൈൻമെന്റ് ഉണ്ടാക്കി, ഇവർ സമരം ഉണ്ടാക്കി. എല്ലാ മഴവിൽ സഖ്യമാണ് അവിടെ രൂപപ്പെട്ടത്. SDPI, മാവോയിസ്റ്റുകൾ, ആരൊക്കെയാ? ഇതെന്താന്ന് ചോദിച്ചാൽ CPM-നെതിരാണെങ്കിൽ ആരുമായും ചേരാം, ഏത് ഹീനകൃത്യവും ചെയ്യാം, തങ്ങൾ ഉണ്ടാക്കിയ അലൈൻമെന്റിനെതിരെ തങ്ങൾ തന്നെ സമരം ചെയ്യാം, വ്യാജ വാഗ്ദാനം കൊടുക്കാം. ഇവരെന്തൊക്കെയാ പറഞ്ഞിരുന്നത്? പ്രധാനമന്ത്രിയെ ഇതിൽ ഇടപെടിക്കുന്നതാണ് ഇവരുടെ ഒരു MP അവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. ഇപ്പൊ അതെല്ലാം പൊളിഞ്ഞില്ലേ? ഇതിന്റെ മറ്റൊരു പതിപ്പാണ് ശബരിമലയിൽ കണ്ടത്. ശബരിമല വിധി വന്നപ്പോൾ ഇവരുടെ പാർട്ടി സ്വാഗതം ചെയ്തല്ലേ? RSS എന്താ പറഞ്ഞത്? ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു, ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം, ഇവർ പറഞ്ഞതാ. ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ള K. സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? സ്ത്രീകൾക്ക് 14 ദിവസം വ്രതം മതി. ഞങ്ങൾ ഇതൊന്നും പറയാൻ പോയിട്ടില്ല, നിങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത്. നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ ശനി ഷിഗ്നാപൂരിൽ മഹാരാഷ്ട്ര ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതി അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് വിധിച്ചപ്പോ അത് പോലീസിനെ കൊണ്ട് നടപ്പാക്കിയവരാണ് നിങ്ങൾ. പൂജാരി തടഞ്ഞു അവസാന ഘട്ടത്തിൽ. പൂജാരിയുടെ തലയടിച്ച് പൊട്ടിച്ച് ബോധം കെടുത്തി താഴെ ഇട്ടിട്ട് സ്ത്രീകളെ പ്രവേശിപ്പിച്ചവരാണ്. നിങ്ങൾക്കൊക്കെ എത്ര നിലപാടാണ് ഒരു വിഷയത്തിൽ? അപ്പൊ നിങ്ങൾക്കൊന്നേ ഉള്ളൂ, ഈ കേരളം പിടിക്കാൻ ഒരു നൈമിഷിക വികാരത്തിന്റെ മേൽ ആർക്കെങ്കിലും ഒരു പ്രയാസം തോന്നിയാൽ അവരെല്ലാം കൂട്ടിപ്പിടിച്ച് കലാപം ഉണ്ടാക്കുക. നിങ്ങൾ കലാപത്തിന് കോപ്പ് കൂട്ടുകയാണ്. ഇത് രാഷ്ട്രീയ കുറ്റകൃത്യമാണ്, വില കുറഞ്ഞ നടപടിയാണ്. അതിന് കീഴാറ്റൂരിൽ ഒരു തിരിച്ചടി ഇപ്പോൾ പ്രത്യക്ഷമായി വന്നു. നാളെ ശബരിമലയും വരും, അത്രയേ ഉള്ളൂ. ശ്രീ VV പ്രകാശ്, അതായത് യഥാർത്ഥത്തിൽ കീഴാറ്റൂരിൽ ഇന്ന് നാം കണ്ട കാര്യം 3G നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുമ്പോൾ നാം വായിച്ചെടുക്കേണ്ട രാഷ്ട്രീയം എന്താണ്? ഈ സംഭവങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ കാര്യത്തിൽ ജനങ്ങളെ ഒരുപോലെ വഞ്ചിക്കുന്ന സമീപനമാണ് CPM-ന്റെ ഭാഗത്തു നിന്നും BJP-യുടെ ഭാഗത്തു നിന്നും. ഞങ്ങൾക്ക് പിന്നെന്താ, കീഴാറ്റൂർ വിഷയത്തിൽ പറയാം, ഞങ്ങൾ ആദ്യം ഒരു നിലപാട് കാര്യത്തിലുണ്ട്. വികസനത്തിന് കോൺഗ്രസ് എതിരല്ല, പക്ഷെ അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാവണം. അതൊരു അടിച്ചേൽപ്പിക്കലിന്റെ ഭാഷയിലൂടെ അല്ല അത് സാധിച്ചെടുക്കേണ്ടത്. കാരണം കീഴാറ്റൂരിൽ എന്ത് അടിച്ചേൽപ്പിക്കലാണ്? കീഴാറ്റൂരിൽ അവിടെ ആളുകൾ സമരം ചെയ്യുന്നു, അവിടെ അവർ ഉയർത്തുന്ന അവിടെ എത്ര പേരെന്നുള്ള ആളുകളുടെ എണ്ണം ഒരു ഇഷ്യൂ ആണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. ഒരു പക്ഷേ ഇനി ഒറ്റപ്പെട്ട ശബ്ദമാണെങ്കിൽ അതല്ലല്ലോ, അത് പറയുന്നതിനകത്തുള്ള വാസ്തവം എന്ത് എന്നാ പരിശോധിക്കേണ്ടത്. ബദൽ മാർഗങ്ങൾ അവിടെ ഉണ്ടല്ലോ. അതല്ല, ബദൽ മാർഗം ഉണ്ടായിരിക്കെ അതോടൊപ്പം തന്നെ പിന്നെ ഫ്ലൈ ഓവർ പോലുള്ള നിർദ്ദേശങ്ങൾ, പോസിറ്റീവായ നിർദ്ദേശങ്ങളാണ് കോൺഗ്രസ് എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതവിടെ അപ്പൊ എന്തോ ഇക്കാര്യത്തിൽ ഈ സമരത്തിൽ ആവേശപൂർവ്വം എടുത്തിയാടി അവരെ കബളിപ്പിക്കുന്ന BJP-ക്കും ഇത് BJP-യെ ഒക്കെ മറപിടിച്ചുകൊണ്ട് ഇത് നിർബന്ധപൂർവ്വം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന CPM-നും എന്തോ ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം സ്പഷ്ടമല്ലേ? ഇവിടെ സ്വരാജ് പറഞ്ഞതുപോലെ തന്നെ CPM-ന് ശക്തിയുള്ള പ്രദേശമാണ്. ആ ശക്തിയുള്ള പ്രദേശത്ത് ആളുകളുടെ വികാരത്തെ മാനിക്കേണ്ടത്, അഡ്രസ് ചെയ്യേണ്ടത് ചുമതല ആർക്കാ കൂടുതലായിട്ടുള്ളത്? എന്തുകൊണ്ട് അവിടുത്തെ ആളുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതിന് നിൽക്കേണ്ട ഒരു സാഹചര്യം CPM-ന് ഉണ്ടാകുന്നു? ഇതൊക്കെ സംശയിക്കത്തക്ക നിലപാടുകളാണ്. ഇപ്പോൾ സംഭവിച്ചിട്ട് രണ്ട് കൂട്ടരും ചേർന്ന് അവിടുത്തെ ജനങ്ങളെ ഈ സമരം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ കാണാൻ പോകുന്നത്. ശബരിമലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ശബരിമലയിലും ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാട് സ്വീകരിച്ചത് പുരോഗമനപരമായ നിലപാട് തന്നെയാണ്.
ഞങ്ങൾ ആദ്യമേ ആ കാര്യത്തിൽ നിലപാട് എടുത്തു അങ്ങനെ തന്നെയാണ്. നിയമം കൊണ്ടുവരാനും നടപ്പിലാക്കാനും ചുമതലപ്പെട്ട BJP കളിക്കുന്ന കളി എന്താ? BJPക്ക് ഇത് പിന്നെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന് തയ്യാറാവാതെ BJP അവിടെ ക്ഷേത്ര സന്നിധിയിൽ സമരമുഖങ്ങൾ തുറന്ന് വിശ്വാസികളെ പരിഭ്രാന്തരാക്കാൻ വേണ്ടി നിൽക്കുക, നിയമത്തിന്റെ സാങ്കേതികത്വം പറഞ്ഞു അങ്ങനെ നടപ്പിലാക്കാനുള്ള ദുർവാശി. അതായത് അങ്ങനെ പരിഭ്രാന്തരാക്കാൻ നിൽക്കുന്ന ദുഷ്ടലാക്കോടുകൂടിയാണ് BJP പോകുന്നതെങ്കിൽ ആ BJPയോടൊപ്പം കൊടി പിടിക്കാതെ പോകണമെന്ന് എന്തിനാണ് കോൺഗ്രസ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് ഒന്നുമില്ല. കോൺഗ്രസ് ഒരു തുറന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. വിശ്വാസങ്ങളോട് റെസ്പെക്ട് ഉള്ള, ആചാരങ്ങളോടൊക്കെ അല്ല, അതിന് വ്യതിരിക്തമായ ഒരു സമരമാർഗത്തിൽ പോകാതെ കൊടി പിടിക്കാതെ ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ കൊടി പിടിക്കാതെ കൊടി പിടിച്ച് സമരം ചെയ്യേണ്ട ഒരു ഇഷ്യൂ അല്ല, മറിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്, വിശ്വാസികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വേണ്ട എന്നുള്ള നിലപാട് ആദ്യം സ്വീകരിച്ചത്. പിന്നെ ഈ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന അസ്വസ്ഥതകളും അതിന്റെ പേരിൽ നടക്കാനിരിക്കുന്ന മുതലെടുപ്പുകളും കണ്ടതുകൊണ്ടാണ് വളരെ ജനകീയമായിട്ട് 5 ജാഥകൾ ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ രാഷ്ട്രീയവും ഒക്കെ തുറന്നല്ലേ ഞങ്ങൾ ആളുകളൊക്കെ പറഞ്ഞത്. 5 ജാഥകളാണ് സംഘടിപ്പിച്ചത്. ഞങ്ങൾ വളരെ ഓപ്പണായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. ഒരു രഹസ്യവും കോൺഗ്രസിനില്ല, ഞങ്ങൾക്ക് ഗൂഢമായ പദ്ധതികളുമില്ല. ജനവിശ്വാസികൾ ആശങ്കയിലാണ്. ആചാരങ്ങളും യുക്തിയും തമ്മിൽ ചേർത്ത് വെച്ച് വായിക്കുന്നതിൽ ഒരർത്ഥമില്ല. രണ്ട് വഴിക്കാൻ പോവുക. ഭരണകൂടത്തിന്റെ പ്രാഥമികമായ ചുമതല ജനങ്ങളെ അസ്വസ്ഥരാക്കുക എന്നുള്ളതല്ല. ഇത് ഇവിടെ ഭരണകൂടം എന്ന് പറയുന്നത് നമുക്കറിയാം ബൈ ദി പീപ്പിളാണ്. അത് ഫോർ ദി പീപ്പിൾ ആകണം, എങ്കിലല്ലേ ജനാധിപത്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ജനാധിപത്യത്തിന്റെ ഔട്ട്പുട്ട് എന്നുള്ള നിലയ്ക്ക് ഭരണകൂടത്തിന്റെ പ്രാഥമികമായ ചുമതല ജനങ്ങളെ അസ്വസ്ഥരാക്കുക എന്നുള്ളതല്ല. അതിനകത്ത് വിശ്വാസത്തിൽ യുക്തി കൊണ്ടുവന്നിട്ട് നിയമപരമായി കോടതി പറഞ്ഞു അതിലൊന്നും അർത്ഥമില്ല. അതൊക്കെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഇതുണ്ടാക്കുന്ന സാമൂഹ്യ ആഘാതങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് വിധി നടപ്പാക്കുന്നതിന് സാവകാശം വേണം ഗവൺമെന്റിന് പറയാമായിരുന്നു, പറഞ്ഞില്ല. ഇപ്പോൾ അതായത് ഒടുവിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴാ പറഞ്ഞത്. അതെ, ശ്രീ BV പ്രകാശ്, അതായത് അത് ശ്രീ BV പ്രകാശ്, അതായത് എന്റെ സംശയം ഇതാണ്. കീഴാറ്റൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ ഇടപെടുത്തി കാര്യങ്ങൾ സുഗമമാക്കി തരാമെന്ന് വാഗ്ദാനം നൽകി BJP സമരത്തിൽ പോയത് നമുക്കൊക്കെ അറിയാം. അത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയ കളിക്ക് വേണ്ടിയാണെന്ന്. ഇതേ രാഷ്ട്രീയ കളിയാണ് ശബരിമലയുടെ കാര്യത്തിൽ ശ്രീധരൻ പിള്ളയും പറഞ്ഞത്. ഈ പൊതുവിൽ അങ്ങനെ നമ്മൾ കോൺഗ്രസ് അല്ലാത്തവരെയൊക്കെ എതിർക്കുന്നതിന്റെ ഭാഗമായിട്ട് CPIM-ഉം BJP-യും എന്ന് പൊതുവിൽ അങ്ങ് പറയാതെ, കോൺഗ്രസ് എന്നത് നെഹ്റുവിന്റെ പാർട്ടിയാണ്. അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച പാർട്ടികളിലൊന്നാണ്. അതുകൊണ്ടാണ് ആ കോൺഗ്രസ് ഈ 2 വിഷയത്തെയും ഈ വിഷയത്തിൽ BJP കാണുന്ന രാഷ്ട്രീയത്തിന്റെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവരുടെ തന്നെ പ്രസിഡന്റ് സൂചിപ്പിച്ചത്, ഇന്ന് നാം കീഴാറ്റൂരിലൂടെ 3G നോട്ടിഫിക്കേഷനായി വ്യക്തമായത്. ഇതിനെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ, ശക്തമായി BJP-യുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് വിമുഖത കാട്ടുന്നത്? ഞങ്ങൾ വിമുഖത കാണിക്കുന്നില്ലല്ലോ. ഞങ്ങളതിനകത്ത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ താങ്കളുടെ പ്രതികരണം തന്നെ കീഴാറ്റൂരിൽ CPIM-ഉം BJP-യും ഒത്തുകളിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ശബരിമലയുടെ വിഷയത്തിലും അത് തന്നെയാണ്. വ്യതിരിക്തമായ ഒരു രാഷ്ട്രീയത്തിന്റെ വ്യക്തിത്വം അവിടെ കോൺഗ്രസിൽ മുമ്പ് കണ്ടതുപോലെ കാണുന്നില്ല. ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോ അതിന് സംശയം. കോൺഗ്രസിന്റെ നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു മാറ്റവും. കീഴാറ്റൂരിന്റെ കാര്യത്തിലും അതെ, വികസനം വേണം, പക്ഷെ അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം, അവിടെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം വികസനം എന്നുള്ളത് കോൺഗ്രസിന്റെ എക്കാലത്തെ നയമാണ്. മാറ്റമൊന്നുമില്ല, എപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് ഒന്നുകിൽ ബദൽ നിർദ്ദേശങ്ങൾ ആരായുന്നതും അല്ലെങ്കിൽ മറ്റ് സാധ്യതകൾ ആരായുന്നു. ഇല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ബഹുഭൂരിപക്ഷം വരുന്ന അവിടെ ആളുകളെ ബോധ്യപ്പെടുത്തി അവരെ അത് ഉൾക്കൊള്ളുന്നതിന് പകരം ജനാധിപത്യത്തിൽ അധികാരം അടിച്ചേൽപ്പിക്കേണ്ടതല്ല. അത് കുറച്ച് മാറ്റിവെച്ചിട്ടോ ബോധ്യപ്പെടുത്തിക്കൊണ്ടോ ചെയ്യണം. അത് ചെയ്യണം. ആ നിലപാടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. പിന്നെ BJP-യുമായുള്ള പ്രശ്നം, BJP-യും CPM-ഉം സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ ഇവർ തമ്മിൽ രഹസ്യമായ ഒരു അന്തർധാര സജീവമാണ് എന്നുള്ളത് വസ്തുതാപരമാണ്. ഇപ്പൊ തന്നെ അതിന്റെ തെളിവ് ഇന്ന് ഈ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ CPM-ന്റെ പ്രവർത്തകരോട് പാർട്ടിയിലേക്ക് മടങ്ങാനാണ് P. ജയരാജന്റെ ആഹ്വാനം കേട്ടത്, CPM-ന്റെ. അപ്പൊ ആ നിലപാടിൽ ആ സമരത്തിൽ അനുകൂലമായി നിന്ന ആളുകൾ ഇന്ന് BJP-യുടെ ഗവൺമെന്റ് ഈ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത് അംഗീകരിച്ച് സമരത്തിൽ നിന്ന് പിന്മാറി നിങ്ങൾ പാർട്ടിയിലേക്ക് മടങ്ങണം എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താ? ഇത് അംഗീകരിക്കുന്നു എന്നല്ലേ? അല്ല, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. വിശദീകരിച്ചു. അങ്ങനെയാണോ സുരാജ്? അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലെ കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ ഇത് കാണുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാ. പക്ഷേ
അപ്പോൾ ആളുകൾ പാർട്ടിയിലേക്ക് മടങ്ങി വരണം. കാരണം ഹൈവേയുടെ അലൈൻമെന്റ് ഒക്കെ BJP ഗവൺമെന്റ് പഴയത് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സമരമൊന്നും വേണ്ട. അതാണ് CPM-ന്റെ നിലപാട്. അതുകൊണ്ട് എല്ലാവരും പാർട്ടിയിലേക്ക് മടങ്ങണം. തെറ്റിതിരുത്തി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുന്ന BJP കളിച്ച കളികളും BJP കേന്ദ്ര സർക്കാർ ഇറക്കിയ അവിടുത്തെ ജനതയോട് ചതിച്ചത് നേരത്തെ കീഴാറ്റൂർ സുരേഷ് തന്നെ പറഞ്ഞ കാര്യം, അതിനെക്കുറിച്ച് വ്യതിരിക്തമായ CPM-ൽ നിന്ന് മാറി BJP-യെ മാത്രം സ്പെസിഫൈ ചെയ്ത് ഒരു രാഷ്ട്രീയ അറ്റാക്കിന് കോൺഗ്രസ് മുതിരുന്നില്ല. അത് കോൺഗ്രസിന്റെ ഏറെക്കാലമായി കാണുന്ന ഒരു ശൈലിയായി ആരെങ്കിലും സംശയിച്ചാൽ അവർക്കുള്ള മറുപടി ഇപ്പോഴും നൽകിയിട്ടില്ല. ഇവിടെ ശബരിമല കാര്യത്തിൽ അത് തന്നെയല്ല. അധികാരമുള്ള രണ്ട് പാർട്ടികളും ജനങ്ങളെ ഒരു കൂട്ടർ ജനങ്ങളെ ഭയപ്പെടുത്തുന്നു, മറ്റൊരു കൂട്ടത്തിൽ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു. ഇതല്ല നിൽക്കുന്നത്. അവിടെ ജനങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് എങ്ങനെ രണ്ടായിട്ട് കാണാൻ പറ്റും? ഇതിന് രാഷ്ട്രീയത്തിൽ എല്ലാ സമൂഹത്തിൽ ഉയർന്നു വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള നിർബന്ധം അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്നതാണോ? അവിടെയാണ് കോൺഗ്രസിന്റെ പ്രശ്നം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, BJP-ക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാക്കണം, CPM-ന് രാഷ്ട്രീയമായ മുതലെടുപ്പ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിശ്വാസത്തെ ഈ പ്രശ്നം വന്നപ്പോൾ സമചിത്തതയോടുകൂടി ഇത് നേരിട്ട് അവിടെയാണ് സാവകാശം കോടതിയോട് ചോദിച്ച് 99% ആളുകൾ വിശ്വാസികളായി നിൽക്കുന്ന വിശ്വാസം ആചാര നിബന്ധമാണല്ലോ. ആ ആചാരത്തിൽ നിൽക്കുന്ന ആളുകൾ അസ്വസ്ഥരാകുമെന്ന് മുൻകൂട്ടി കാണാൻ ഭരണകൂടത്തിന് കണ്ടുണ്ടാവണം. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും. അത് പരിഹരിക്കേണ്ട ചുമതലപ്പെട്ട പദവികളിലാണ് ഞങ്ങളുടെ പക്കലുള്ളത് എന്ന ബോധ്യത്തോടു കൂടി അതിന് കാണാനുണ്ടായില്ല. മറിച്ച് കോടതി വിധി വരുന്നതിന് മുൻപ് ഞാൻ വന്നതിന് ശേഷം അത് നടപ്പിലാക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നു വിശ്വാസി. അപ്പോഴേക്കും BJP എടുത്തിയാടി. BJP ഇതിന് രക്ഷകരായി അവരും രംഗത്ത് വന്ന് അവിടെ നടന്ന സംഭവങ്ങൾക്ക് ഉത്തരവാദിത്തമാർക്ക്. അതിനിടയിൽ BJP കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്നും BJP സംബന്ധിച്ചിടത്തോളം ഇഷ്യൂസ് കമ്മ്യൂണലാക്കി കൂടുതൽ വൈകാരികമായി ആളിക്കത്തിച്ച് വോട്ട് ബാങ്കിലേക്കാണ് അവരുടെ യാത്ര. CPM-നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ കോൺഗ്രസിന്റെ ചേരിയിൽ നിന്നും കുറച്ചുവട്ടെങ്കിലും BJP-യിലേക്ക് പോയാൽ ഇവിടെ CPM-ഉം ഇവിടെ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും തമ്മിലാണ് രാഷ്ട്രീയമായ ജനാധിപത്യ മത്സരം. ഞങ്ങൾക്ക് അതിലെ താല്പര്യമുള്ളൂ. അപ്പൊ കോൺഗ്രസിന്റെയും UDF-ന്റെയും ചേരിയിൽ നിന്നും കുറച്ചുവട്ടെങ്കിലും BJP-ക്കാണെങ്കിൽ BJP-ക്ക് മാറ്റിക്കൊടുക്കാൻ സാധിച്ചാൽ കോൺഗ്രസിന്റെ ആ ഒരു മത്സര മണ്ഡലങ്ങളിൽ താൽക്കാലികമായ വിജയം നേടാൻ സാധിക്കുമോ എന്ന CPM-ന്റെ ഒരു പരീക്ഷണമാണ് ഈ ദുരന്തത്തിലേക്ക്. ശ്രീ എം സ്വരാജ്, അതായത് നെഹ്റുവിന്റെ ദിശ എന്നത് ആദ്യത്തെ 15, 16, 17 വർഷം രാജ്യത്തെ നയിച്ചത് ഒരുപക്ഷെ ഈ രാജ്യം ഇങ്ങനെയാകാൻ നിദാനമായത് ഒരുപക്ഷെ ആ നെഹ്റുവിൻ്റെ ധീരതയാണ്, നെഹ്റുവിൻ്റെ നിലപാടുകളുടെ സ്ഥൈര്യമാണ്. നാം പലപ്പോഴും ഒരു അപക്വമായ കാലഘട്ടത്തിലൊക്കെ സംശയിക്കാറുണ്ട്, അതായത് ഗാന്ധിജി എങ്ങനെയാണ് നെഹ്റുവിനെ പ്രപ്പോസ് ചെയ്തതെന്ന്. പക്ഷേ അതിൻ്റെ പിന്നീട് പക്വമായ വായനകളിലേക്ക് എത്തുമ്പോഴാണ് ആ നെഹ്റുവിനെ ഗാന്ധിജി, സനാതന ഹിന്ദുവായ ഗാന്ധിജി, ഭഗവത്ഗീതയെ നെഞ്ചോടടിക്ക് പിടിച്ച ഗാന്ധിജി എന്തുകൊണ്ടാണ് നാസ്തികനായ നെഹ്റുവിനെ മുമ്പോട്ട് വെച്ചത്? ആ നെഹ്റുവിൻ്റെ പാർട്ടി എത്തിയിരിക്കുന്ന ഒരു കൾമിനേഷൻ, അതായത് CPIM-നെയും BJP-യെയും വ്യതിരിക്തമായ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കീഴാറ്റൂരിൻ്റെയും ശബരിമലയുടെയും പശ്ചാത്തലത്തിൽ പോലും വിവക്ഷിക്കാൻ കഴിയുന്നില്ല. അത് ആരുടെ കുറ്റം? അത് CPIM-ന്റെ കുറ്റമാണ്. എന്ത് വേണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ ആ സമരം ചെയ്ത ആളുകൾ ഇവിടെ അടിച്ചമർത്തിക്കൊണ്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇവിടെ നിരാകരിച്ചു? ഞാൻ അങ്ങയുടെ ചോദ്യം കേൾക്കുമ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ സൂക്ഷ്മമായ രാഷ്ട്രീയ നിലപാടുകളോട് നമുക്ക് വിയോജിക്കാം. തീർച്ചയായും വിയോജിപ്പുള്ളവരുണ്ടാകാം. പക്ഷേ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ കാഴ്ചപ്പാട് എല്ലാ കാലത്തും എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് കാരണക്കാരായ അംബേദ്കറെ പോലുള്ള ആളുകളുടെ പേരെടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ നെഹ്റുവും ഉണ്ട്. എനിക്ക് ദുഃഖം തോന്നുന്നു, ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ VV പ്രകാശ് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ദിവസം കീഴാറ്റൂർ ബൈപ്പാസിന്റെ കാര്യത്തിലായാലും ശബരിമലയുടെ കാര്യത്തിലായാലും നല്ല പ്രഹരം ഏറ്റുവാങ്ങി തലപൊക്കാനാവാത്ത നിലയിൽ നിൽക്കുകയാണ് BJP. അവരുടെ വഞ്ചനയും അവരുടെ ഇരട്ടത്താപ്പും വെളിച്ചത്ത് വന്ന് നിൽക്കുകയാണ്. ഈ ഒരു ദിവസമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ശക്തമായി ഈ കാര്യം പറയാൻ BJP-യെ തുറന്നു കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹം ബാലൻസ് ചെയ്തിട്ട് CPM-ഉം BJP-യും എന്ന് പറയുകയാണ്. CPM-നെ നിങ്ങൾ എതിർത്തോളൂ, നമ്മളെന്തായിരുന്നാലും എതിർപ്പുകളുണ്ടാകും. പക്ഷേ ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ ഈ നിലപാടാണോ കോൺഗ്രസ് സ്വീകരിക്കേണ്ടത്? കോൺഗ്രസിന്റെ അണികൾ, മതനിരപേക്ഷവാദികളായ അണികൾ ഇതിൽ നിരാശരാവില്ലേ? ഞാൻ ചോദിക്കട്ടെ, കീഴാറ്റൂർ വിഷയത്തിൽ ഇപ്പോൾ ശ്രീ VV പ്രകാശ് പറഞ്ഞു ഞങ്ങൾ വികസനത്തിനൊന്നും എതിരല്ല,
പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ നിങ്ങളത് ബോധ്യപ്പെടുത്തേണ്ടതാണ് ചോദിച്ചത്. അവിടെ വയൽക്കിളികൾ സമരം എന്നൊക്കെ പറഞ്ഞൊക്കെ കീഴാറ്റൂരുള്ളവരാണെന്നാണോ നമ്മൾ കരുതുന്നത്? കീഴാറ്റൂരിൽ എത്ര പേര് ആ സമരത്തിലുണ്ട്? വിരലിലുണ്ടാവുന്ന ആളുകളല്ലേ. അവിടുത്തെ ജലസ്രോതസ് ഞാൻ പറഞ്ഞോട്ടെ. ആ സമരത്തിൽ വന്ന് അതില് എരുതിയിൽ എണ്ണയൊഴിച്ചു കൊടുത്ത ആളാണ് അങ്ങയുടെ നേതാവായിട്ടുള്ള VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ആ സമരത്തിൽ SDPIയുടെയും മാവോയിസ്റ്റുകളുടെയും RSSകളും അരാജകവാദികളും നേതൃത്വം കൊടുത്ത ആ സമരത്തിന് എണ്ണ പകർന്നു കൊടുത്തിട്ടാണ്. അവിടെ എത്ര പേരുടെ ഭൂമിയാണെന്നറിയോ ഇതിനു വേണ്ടി കൊടുക്കേണ്ടത്? 60 പേരുടെ ഭൂമി. ജില്ലാ കളക്ടർ മുമ്പാകെ അതിൽ എത്ര പേർ സ്വമനസാലെ ഭൂമി വിട്ടുകൊടുക്കാൻ സമ്മതപത്രം ഒപ്പിട്ട് കൈമാറി എന്നറിയാമോ? 56 പേർ. 60 പേർ വിട്ടുകൊടുക്കേണ്ട ഭൂമിയിൽ 56 പേർ ജില്ലാ കളക്ടർ മുൻപാകെ സ്വമനസാലെ സമ്മതപത്രം ഒപ്പിട്ട് നൽകിയ ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി അതിന് ബദൽ നിർദ്ദേശം ഉണ്ടെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരട്ടെ. ആരാണ് അതിനെതിരെ? നമുക്കെന്ത് വാശി? അന്നും പറഞ്ഞിട്ടുണ്ട്, G. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ബഹുമന്ത്രി അപ്പോ ഇതിൽ അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയും പ്രധാനമന്ത്രി ഇടപെട്ട് ഇതൊക്കെ മാറ്റും എന്നവരെ ധരിപ്പിക്കുകയും 250 ഏക്കർ വയൽ നഷ്ടപ്പെടുന്നുവെന്നും തോട് ഇല്ലാതെയായി പോകുന്നുവെന്നും അവിടുത്തെ വേട്ടക്കൊരുമകൻ ക്ഷേത്രം ഇതിന്റെ ഭാഗമായി പൊളിച്ചു നീക്കേണ്ടി വരുമെന്നും പച്ച കള്ളം പ്രചരിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. ഈ സമരസമിതിയുടെ മറവിൽ പല നിക്ഷിപ്ത താല്പര്യക്കാർ ചെയ്തത്. യഥാർത്ഥത്തിൽ ക്ഷേത്രം പൊളിക്കുന്നില്ല, തോടായി സംരക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്തിയിരിക്കുന്നു. അവിടെ 250 ഏക്കർ വയലല്ല, ആകെ 11 ഏക്കർ സ്ഥലമാണ് ഈ റോഡിന് വേണ്ടി വരുന്നത്. ഞാൻ പറയുന്നത് ഇതെല്ലാം കേന്ദ്രത്തിൻ്റെതുമാണ്. ഞങ്ങൾ വക്കീലന്മാരാവുന്നില്ല. ഇതിന് മുൻപ് 2011 അലൈൻമെന്റ് ആണെങ്കിൽ 112 വീട് പോവുമായിരുന്നു. നമ്മൾ അതാണ് ചൂണ്ടിക്കാണിച്ചത്. 112 വീട് പോകും. പിന്നെ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഈ വയലിനോട് നമുക്കൊക്കെ സ്നേഹമുണ്ടല്ലോ, നമ്മളെല്ലാം പരിസ്ഥിതിവാദികൾ കൂടിയല്ല. ഞാൻ ആരുടെയും പരിസ്ഥിതി സ്നേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല. കേരളത്തിലെ നാഷണൽ ഹൈവേയിലെ ഏത് ബൈപ്പാസാണ് കൃഷിസ്ഥലത്തൂടെ അല്ലാതെ ഉള്ളത്? കൃഷിസ്ഥലത്തൂടെയാണ് എല്ലാ ബൈപ്പാസും. ആലപ്പുഴയിൽ വയലിലൂടെയുള്ള ബൈപ്പാസിന്റെ നടത്തിപ്പുകാരനായ ബഹുമാന്യനായ ശ്രീ VM സുധീരൻ കീഴാറ്റൂരിൽ വന്നിട്ട് ഈ ബൈപ്പാസിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസാക്ഷിയോടൊരു ഉത്തരവാദിത്വമില്ലേ? ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും BJP നടത്തിയ ഈ തട്ടിപ്പ് കേന്ദ്ര ഭരണാധികാരത്തെ മുന്നിൽ കാണിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും വ്യാമോഹവും വളർത്തി CPMനെ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസിന് കഴിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. 2, ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ പ്രസ്ഥാനം, നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള പ്രസ്ഥാനം, മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച ഒരു പ്രസ്ഥാനം സ്വീകരിക്കേണ്ട നിലപാടാണോ ഇപ്പോൾ സ്വീകരിച്ചത്? സുപ്രീം കോടതി വിധി വന്ന സമയത്ത് നിങ്ങളുടെ ദേശീയ നേതൃത്വം പറഞ്ഞതാണ്, ഇത് ചരിത്രപരമാണ്, ഈ വിധി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതാ പറഞ്ഞത്. ഇത് ഭക്തർക്ക് ആശങ്കയുണ്ടാക്കുന്ന വിധിയാണ് എന്നല്ല, ഈ വിധി സാവധാനത്തിൽ കരുതലോടെ നടപ്പാക്കേണ്ട വിധിയാണ് എന്നല്ല. AICCയുടെ അഭിപ്രായ പ്രകടനം ഇത് ചരിത്ര വിധിയാണ്, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ മറിച്ച് നിലപാടെടുത്തപ്പോഴും ശ്രീ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം എന്തായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം കേരളത്തിലെ മതനിരപേക്ഷവാദികളായ കോൺഗ്രസുകാരെ ആവേശം കൊള്ളിക്കുന്ന അഭിപ്രായമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസിന് അതിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇനി കോൺഗ്രസിന് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ വയ്യ എന്നാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം കോൺഗ്രസിൻ്റെതായ ഒരു പ്രതിഷേധമെങ്കിലും നടത്താമായിരുന്നില്ലേ? ഈ BJPയുടെ സമരത്തിലേക്ക് നിങ്ങളുടെ ആളുകൾക്ക് പോകാമെന്ന് പറയുമ്പോൾ അതിനെ കേരളം എങ്ങനെ കാണും? കോൺഗ്രസ്സുകാർ എങ്ങനെ കാണും? BJP പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ പതാക ഇല്ലാതെ കോൺഗ്രസിന്റെ കൊടി ഇല്ലാതെ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന RSS ആണ്, നമ്മൾ കണ്ടില്ലേ? പക്ഷെ നമ്മൾ കണ്ടല്ലോ എന്താ ഫലത്തിൽ സംഭവിച്ചതെന്ന് കണ്ടല്ലോ. രാമൻ നായരൊക്കെ അതിന്റെ തുടർച്ചയിലാണല്ലോ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, BJP ഈ കാര്യത്തിൽ സ്വീകരിച്ചൊരു നിലപാട്, അവിടെ ശബരിമലയിൽ കലാപത്തിനുള്ള കോപ്പുകൂട്ടാൽ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഭക്തി മനസ്സിലുള്ള ആളുകൾ നടയിൽ പോയിട്ട് ചോര വീഴ്ത്തിയിട്ട് നടയടക്കും, അല്ലെ മൂത്രം ഒഴിക്കും എന്നൊക്കെ പറയൂ. ഇതൊക്കെയല്ലേ ഇവിടെ നടന്നിരുന്നത്? 52 വയസ്സുള്ള ഒരു അമ്മയെ തലയിലേക്ക് നാളികേരം എറിയുന്ന കണ്ടില്ലേ? അവിടെ പോലീസിന് ഇടപെടേണ്ടി വരില്ലേ? അവിടെ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരില്ലേ? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സുവ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഏത് കാര്യത്തിലും വ്യക്തമാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. നടപ്പാക്കാൻ നടപടി സ്വീകരിക്കും. സുപ്രീം കോടതി മറിച്ച് വിധിച്ചാൽ അതും നടപ്പാക്കും. ഹൈക്കോടതി മറിച്ച് വിധിച്ചപ്പോൾ അത് അപ്പീലിന് പോയവരല്ല, അത് നടപ്പാക്കിയവരാണ്. എന്നാൽ സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനം ആകാമോ എന്ന് ചോദിച്ചാൽ അതൊരു തത്വാധിഷ്ഠിതമായ നിലപാടിന്റെ പ്രശ്നമാണ്. അതിൽ ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അതിനർത്ഥം ഞങ്ങളുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നല്ല. ഇതിൽ ഞങ്ങളുടെ അഭിപ്രായം അല്ല പ്രസക്തം, ഇതിൽ കോടതിയുടെ അഭിപ്രായമാണ് പ്രസക്തം. കോടതി ആ നിലപാട് സ്വീകരിച്ചത് സ്ത്രീകളുടെ തുല്യത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടല്ലേ? കേരളീയ നവോത്ഥാനത്തിന്റെ ഒരു സുപ്രധാനമായ ഘട്ടമല്ലേ? കേരളീയ നവോത്ഥാനത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയല്ലേ കോൺഗ്രസ്?
ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ AKGയും കേളപ്പനും കൃഷ്ണപിള്ളയും എല്ലാം പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരായിട്ടാണ് അല്ലെ? കോൺഗ്രസിലെ പുരോഗമന സ്വഭാവമുള്ള സോഷ്യലിസ്റ്റ് ചേരി എന്നൊക്കെ പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട വിഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്വാഭാവികമായും ഈ കേരളീയ നവോത്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ BJPയും കോൺഗ്രസും സ്വീകരിക്കുന്ന നിലപാടുകൾ തമ്മിൽ തിരിച്ചറിയാൻ വയ്യാതെയായി എന്ന് കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവിന് തന്നെ പരസ്യമായി അഭിപ്രായപ്പെടേണ്ടി വന്ന ഒരു സാഹചര്യം കേരളത്തിൽ വന്നുവെന്ന് കാണാതിരിക്കരുത്. എനിക്കൊറ്റ കാര്യം എളിമയോടെ അഭ്യർത്ഥിക്കാനുള്ളൂ. ഇത് അപകടകരമായ ഒരു സന്ധിയാണ്. ഇവിടെ രാഷ്ട്രീയ അധികാരവും മറ്റെല്ലാ സ്വാധീനവും ഉപയോഗിച്ച് കേരളത്തെ പിടിക്കാൻ സംഘപരിവാർ നോക്കുകയാണ്. അതിന് കേരളം നിന്നു കൊടുക്കില്ല. കേരളം അതിജീവിക്കും, അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയം. പക്ഷേ വലിയ നഷ്ടം കോൺഗ്രസിനായിരിക്കും. ശ്രീ സ്വരാജ്, ഈ പ്രകാശൻ മാസ്റ്റർ ഉന്നയിച്ച ശ്രീ VV പ്രകാശ് ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണമുണ്ട്. അതായത് ഈ സമരത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കി BJPയെ ശക്തിയാക്കുക, അങ്ങനെ CPIMനും ഇടതുപക്ഷത്തിനും ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ലാക്ക് ഇവിടെ കാണുന്നുവെന്ന്. അത് അദ്ദേഹത്തിൽ നിന്ന് അടിവരയിടേണ്ടതാണ്, മറുപടി നൽകേണ്ടത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ചർച്ചയിൽ എന്റെ സുഹൃത്തായ ശ്രീ VV പ്രകാശ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് സത്യമല്ല എന്നുള്ളത് നമുക്കെല്ലാം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, BJPയും CPIMും തമ്മിലുള്ള ഇരിപ്പുവശം എങ്ങനെയാണ് ഇന്ത്യയിൽ, കേരളത്തിൽ? ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഇന്ത്യയിലെ ദേശീയ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഞങ്ങളിപ്പോൾ ഒരു ചെറിയ പാർട്ടിയാണല്ലോ. കോൺഗ്രസ് വളരെ ശോഷിച്ചു, പക്ഷെ എങ്കിലും കോൺഗ്രസുമായി താരതമ്യപ്പെടുത്തിയാൽ CPIM ചെറിയ പാർട്ടിയല്ലേ ഇന്ത്യയിൽ? ഡൽഹിയിൽ നമ്മൾ വളരെ ചെറിയ ഒരു സ്വാധീനം, ഒരു സാന്നിധ്യമല്ലേ? CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഈ 5 കൊല്ലത്തിനിടയിൽ 5 തവണ ആക്രമിച്ചു RSSകാർ. ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്തു. കേരള മുഖ്യമന്ത്രിയുടെ തല വെട്ടിക്കൊണ്ടുവന്നാൽ 1 കോടി ഇനാം തരാം എന്ന് ഉജ്ജയിനിയിൽ ലോകസഭാംഗത്തിന്റെ സാന്നിധ്യത്തിൽ RSS നേതാവ് പ്രസംഗിച്ചു. കേരളത്തിൽ വന്ന് CPM പ്രവർത്തകരുടെ വീടുകളിൽ ചെന്ന് കണ്ണുകൾ ഞങ്ങൾ ചൂഴ്ന്നെടുക്കുമെന്ന് അഖിലേന്ത്യാ സെക്രട്ടറി പ്രസംഗിച്ചു. ഈ കല്ലെറിയാനും ആക്രമിക്കാനും വരുന്ന RSSകാർ CPM ഓഫീസിൽ എത്തുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് AICC ഓഫീസ് ഉണ്ട്. ഒരു കുഞ്ഞു കല്ലെടുത്തെറിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ തലക്ക് ഞങ്ങളൊരു 100 രൂപ തരാം എന്ന് RSS പറഞ്ഞിട്ടില്ല. RSSുമായി RSS ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമുള്ള CPMനെയാണ് ശത്രുവായി കാണുന്നത്. ഞങ്ങളെ നേതാക്കന്മാർക്കാണ് തലക്ക്. 48 ഞങ്ങളെ തലയെ പോയി RSSകാർ കൊണ്ടുപോയി. 48 അത്ര ഇവിടെ നഷ്ടാർക്കുള്ളത്. നിങ്ങൾ പാർട്ടി ഓഫീസിൽ നേരെ കുട്ടികൾ കല്ലെറിഞ്ഞു. BJP നാടകം ഞങ്ങൾ ഇപ്പോഴത്തെ കാര്യം അതല്ല. ഞാനതാ പറഞ്ഞത്, BJPയും CPMും കളിക്കുന്ന നാടകം നിഷ്കളങ്കരായ 2 പാർട്ടികളുടെ അണികളെ ആക്ടിവൈസ് ചെയ്യാക്കിക്കൊണ്ട് കളിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ ആ നാടകം. അതൊന്നും സ്വരാജിനെ പോലുള്ള ഒരാളെ എൻഡോസ് ചെയ്യരുത്. ആശയപരമായ പോരാട്ടത്തിൽ നട്ടം BJPക്കെതിരെ ശക്തമായ. താങ്കൾക്കോ 80-ന് ശേഷം ബൽറാമിനോ VD സതീശനോ രാഹുൽ ഗാന്ധിക്കോ ഒക്കെ വ്യതിരിക്തമായ ഒരു അഭിപ്രായം ഉണ്ടാകും. നിങ്ങളുടെ ഉൾപാർട്ടിയെ സംബന്ധിച്ചോ അതിന്റെ തർക്കത്തെ സംബന്ധിച്ചോ ഒരു പൊതുസമൂഹത്തിൽ ചോദിക്കുന്നത് ശരിയല്ല. പക്ഷെ എങ്കിൽ പോലും കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നു എന്ന നിലയിൽ എനിക്ക് ചോദിക്കേണ്ടി വരുന്ന സംശയം ഇതാണ്. അതായത് BJPയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമരം നടത്തുമ്പോൾ അതിൽ നിന്ന് വ്യതിരിക്ത ഭാവം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയതിന്റെ ചിലവ് വഹിക്കേണ്ടത് CPIM ആണോ? അല്ല, ഞാൻ ഞങ്ങൾ CPMനെ വലിച്ചഴിച്ചിട്ടില്ല. CPM അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്കൊപ്പം കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ നിലപാടാണ്. BJP അതിനകത്ത് മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നു. ഓരോ പാർട്ടികളും അവർക്കൊപ്പം പോയത് എങ്ങനെ? കൊടി പിടിക്കാതെ അവർക്കൊപ്പം കൊടി പിടിക്കാതെ BJP അല്ല. ഒരു മിനിറ്റ്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരിക്കലും BJPയുടെ കൂടെ പോകാൻ പറഞ്ഞിട്ടില്ല, പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില ആളുകൾ പോയവരെ വിലക്കിയിട്ടുണ്ട്. നിർബന്ധമായി രാമൻ നായർ അടക്കമുള്ള ആളുകളെ നിരോധനാജ്ഞ ലംഘിച്ച സമയത്ത് BJPയെയും ഞാൻ ആഡ് ചെയ്യുകയാണ് താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ. അതായത് BJPയെയും BJPയുടെ നേതാക്കളെയും പിടികൂടി അവരുടെ സമരം ദുർബലമാകുന്നു എന്ന ഘട്ടത്തിലാണ്. എല്ലാ ഘട്ടത്തിലും ശബരിമലയുടെ ആദ്യം മുതലെടുത്താൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ BJP അവരുടെ സമരം ദുർബലമാകുന്നുവോ ആ ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് പോയി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും NK പ്രേമചന്ദ്രനും മറ്റേ ഫോർവേഡ് ബ്ലോക്കിന്റെ ഒരു ദേശീയ നേതാവുണ്ടല്ലോ, അദ്ദേഹം പിണറായി രാജിവെക്കണമെന്ന് അവിടെ ഇരുന്ന്. അപ്പോ ഇവരൊക്കെ ആയിട്ട് പോയി ഊർജം നൽകിയത് BJP ദുർബലമായ ഘട്ടത്തിലാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ തകർച്ചയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യവസ്ഥാപിതമായ അങ്ങനെയല്ല. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പോകേണ്ട സാഹചര്യം ഉണ്ടാക്കിയതാരാ? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ?
സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ അവിടെ സുപ്രീം കോടതി വിധി, അതായത് ശബരിമലയുടെ മുറ്റത്ത് അവിടെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് കോടതി കിടക്കാം. ഇന്നത്തെ ഹൈക്കോടതി വിധിയും ഇടക്കാല വിധിയും എന്റെ ഒരു സംശയം, ഒരു ദേശീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. സ്വരാജ് സൂചിപ്പിച്ചതുപോലെ 2-3 സംസ്ഥാനങ്ങളിൽ ഒഴിച്ചാൽ ബാക്കി CPIM ഒരു ശക്തമായ സാന്നിധ്യമല്ല. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസിന് ആ അർത്ഥത്തിൽ ഒരു ദേശീയ സ്കെൽട്ടനെങ്കിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കോൺഗ്രസ് പറയൂ, സുപ്രീം കോടതി എന്ന രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ വിധി നടപ്പാക്കാൻ ഭരണഘടനാ സ്ഥാപനമായ കേരള സർക്കാരിന് ബാധ്യതയില്ലേ? അതല്ലേ സർക്കാർ നടപ്പിലാക്കിയത്? അതിങ്ങനെയാണോ ചെയ്യേണ്ടത്? അതല്ലേ പറഞ്ഞത്, വിധി നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ ആഘാതങ്ങൾ അത് പരിശോധിച്ച് അത് ഗവൺമെന്റ് ഇടപെടണം. ഈ ശ്രീ വി പ്രകാശ് പറഞ്ഞ കാര്യം ബോധ്യപ്പെടുത്താൻ കോടതികളെ ഇതുവരെയും ഹൈക്കോടതിയായിട്ടില്ല. എന്തിന് രാഹുൽ ഗാന്ധിയെ പോലും ഇത് ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതിയിൽ വഴിത്തിരിവിന് ശേഷം നാളെ നിയമസഭയിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക, എങ്ങനെയായിരിക്കും ഇനി ശബരിമലയെ കാണുക എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. തീർച്ചയായും ശ്രീ BJP നേതാവ് സുരേന്ദ്രനിലേക്ക്. സുരേന്ദ്രൻ, അതായത് നിങ്ങളുടെ നിരവധി നേതാക്കന്മാർ അറസ്റ്റിലാകുന്നു, നിങ്ങളുടെ നിരവധി നേതാക്കന്മാർ അവിടെ പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ മറികടക്കാൻ ശ്രമിച്ചതിൻ്റെ പുറത്ത് അറസ്റ്റിലാകുന്നു, നിരവധി ആചാര ലംഘനങ്ങൾ, ആചാര സംരക്ഷണം എന്നതിൻ്റെ പേരിൽ നടത്തിയതിൻ്റെ പേരിൽ നിങ്ങൾ പ്രതിക്കൂട്ടിലാകുന്നു ജനങ്ങളുടെ മുമ്പിൽ. ഇതൊക്കെ വത്സന്റെ അടക്കം, തില്ലങ്കേരി വത്സന്റെ അടക്കം ഉള്ള വിഷയങ്ങളെയാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. കെ സുരേന്ദ്രൻ ഇപ്പോഴും ജയിലിലാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഇപ്പോഴും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ ശരണം വിളിക്ക് പകരം ഒരു സന്ദേശമാണ് നൽകുന്നത്, അക്രമത്തിൻ്റെയും ദണ്ഡ ഉപയോഗിക്കും എന്നതടക്കമുള്ള സന്ദേശമാണ് ഇപ്പോഴും കേരള സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കുന്നത്. കീഴാറ്റൂരിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി നാം ചർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ അത് വിവക്ഷിച്ചതാണ്. ഇപ്പോൾ രണ്ടാമതായി നമ്മുടെ ചർച്ച എത്തുന്നത് ഹൈക്കോടതിയുടെ പശ്ചാത്തലം. ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഇടക്കാല ഉത്തരവ് വന്നത് ഇങ്ങനെയാണ്. ഒരു കൂട്ടം ഹർജിക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കോടതിയുടെ ആ വിധിയിലുള്ളത്. അതായത് തിരക്ക് നിയന്ത്രിക്കാം, അതിന് പോലീസിന് അനുമതി ഉണ്ട്, നിരോധനാജ്ഞ അത് വേണമെങ്കിൽ തുടരാം, തീർത്ഥാടകർക്കുള്ളതാണ് ശബരിമല, തീർത്ഥാടനത്തിന്റെ മറവിൽ അക്രമവും ധർണയും നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ധർണയും പ്രകടനങ്ങളും നടത്തുന്നവർക്ക് ഉള്ളതല്ല ശബരിമല എന്ന അസന്നിഗ്ധമായി ഹൈക്കോടതി അതിൻ്റെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു. ഇനി എങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറേണ്ടതല്ലേ? ഇല്ല, ഇതില് കോടതി വിധിയാണല്ലോ നമ്മൾ മുഖ്യമായിട്ട് ഇപ്പം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കോടതി വിധി, ഹൈക്കോടതി വിധി ഇവിടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടിയും ആ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. സുപ്രീം കോടതിയോട് മാത്രമേ ഉള്ളൂ. ഹൈക്കോടതി ഇന്ന് പ്രസ്താവിച്ചിട്ടുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലുള്ള സർക്കാരും ദേവസ്വം ബോർഡും ഇവിടുത്തെ ഭക്തജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. കാരണം പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അടക്കമുള്ള ആൾക്കാരും കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലകം അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് പർവ്വതീകരിച്ച് കളവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി വിധി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെ നാമം ജപിക്കാൻ പറ്റില്ല. ശബരിമലയിലല്ലാതെ പിന്നെ എവിടെയാണ് നാമം ജപിക്കുന്നത്? ശബരിമലയിലെ ഈ പന്തലിലല്ലാതെ പിന്നെ എവിടെയാണ് നാമം ജപിക്കേണ്ടത്? ആ പന്തൽ കെട്ടിരിക്കുന്നത് എന്താ, നാമം ജപിക്കാനല്ലേ? ശബരിമലയിൽ പോകുന്നത് മുദ്രാവാക്യം വിളിക്കാനാണോ? ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാരും മുദ്രാവാക്യം വിളിക്കാൻ പോയില്ല. അവിടെ വ്രതം നോക്കി ശബരിമലയിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ പോലീസിന്റെ സഹായത്തോടു കൂടി ചില ആൾക്കാർ, അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ, സ്ത്രീകൾ ഒക്കെ, യുവതികളടക്കം അവിടെ പ്രവേശിക്കാൻ വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ഭക്തജനങ്ങൾ വന്നിട്ടുള്ള ഭക്തജനങ്ങള് അതിന് പ്രതിരോധിച്ചു. അവിടെ നാമജപത്തോടുകൂടി അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തത്. അവിടെ BJP അല്ല, അവിടെ എന്ത് മെത്തഡോളജിയാണ് അതിന് നിങ്ങളുടെ പക്കലുള്ളത്? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു വലിയ ചർച്ചയും വളരെയധികം സഭയും നമുക്കത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആധ്യാത്മിക കേന്ദ്രത്തിലെ പോകുന്നതിനെ സംബന്ധിച്ച് തീർത്ഥാടന
തീർത്ഥാടനത്തിന് പോകുന്നത് സംബന്ധിച്ചും ആ ക്ഷേത്രത്തിന്റെയും അവിടെ നടത്തിയിട്ടുള്ള പ്രതിഷ്ഠയുടെയും അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ച് പുരാതന കാലം മുതൽ നടത്തിയിട്ടുള്ള ആചാര സംവിധാനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പല സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുടെ പോലും ഈ സുപ്രീം കോടതി വിധി വന്ന സമയത്ത് അതിന് ഭാഗികമായിട്ടാണെങ്കിൽ പോലും അത് സ്വാഗതം ചെയ്തെന്ന് പറയുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഈ പറഞ്ഞോട്ടെ കേരളത്തിലെ അയ്യപ്പ ക്ഷേത്രം അതായത് ആചാര ലംഘനത്തിന്റെ കാര്യം ആ അർത്ഥത്തിൽ കാണുകയാണെങ്കിൽ ഒരുപാട് സംശയം തിരിച്ചുമുണ്ട്. കെ സുരേന്ദ്രൻ അവിടെ 17-ാം തീയതി എത്തുമ്പോൾ 14-ാം തീയതി ഇടപ്പാളിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു നോൺ വെജ് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. നോൺ വെജ് ഹോട്ടലിൽ കയറിയാണ് ഭക്ഷണം കഴിച്ചത്. അല്ല, നോൺ വെജ് ഹോട്ടലിൽ കയറി എനിക്ക് അതിനെ തെളിവിനെ കുറിച്ച് എനിക്കറിയില്ല. അത് ബി ജെ പിക്ക് പുറത്തുള്ള ഒരാൾക്ക് സംശയം വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്നുണ്ട്. കേരളത്തിലെ ഹോട്ടൽ നോക്കൂ, നോൺ വെജ് ഹോട്ടലുകളിലും ഇന്ന് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ട്. എന്തുകൊണ്ട് കഴിച്ചുകൂടാ? എന്തുകൊണ്ടാ കഴിക്കാൻ പ്രയാസം? ഈ നോൺ വെജ് ഹോട്ടലുകളില് ഏതാണ്ട് 90% വരുന്ന ഹോട്ടലുകളിൽ ഞങ്ങൾ ഈ വാർത്ത നൽകിയപ്പോൾ അതിന്റെ ആധികാരികത മുഴുവൻ പരിശോധിക്കുന്നവരാണ്. സുരേന്ദ്രൻ എന്ത് കഴിച്ചു എന്ന് ഇരിക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ സുരേന്ദ്രൻ അവിടെ പോയിട്ടുണ്ട്. ഞാനൊരു ബാറിൽ കയറിയാൽ അത് ഭക്ഷണം കഴിക്കാനാണ്, മദ്യപിക്കാനല്ലെന്ന് ഞാൻ തെളിയിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ട്, ചങ്ങരംകുളത്തും അതിന്റെ സമീപത്തുമുള്ള നിരവധി വെജ് ഹോട്ടലുകളുണ്ട്. അയ്യപ്പന്മാർക്ക് മാത്രമായി രൂപപ്പെടുന്ന ഹോട്ടലുണ്ട്. അവിടെ ഒന്നും കയറാതെ റൈസ് ആൻഡ് ഫിഷിൽ കയറി സുരേന്ദ്രൻ കഴിച്ചത് സുരേന്ദ്രന്റെ മൗലികാവകാശത്തിൽപ്പെടുന്നതാണ്. ഇതേ മൗലികാവകാശത്തിന്റെ അടിത്തറയിലാണ് യുവതികൾക്ക് അവിടെ കയറാമെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അവരുടെ വിശ്വാസത്തെ വിവക്ഷിക്കാൻ നിങ്ങളാര്? അതിനെ വേർതിരിച്ച് കാണാൻ നിങ്ങളാണ്. അതിന്റെ കയ്യിലുള്ള മെത്തഡോളജി പറയണം, അതിന് നിങ്ങൾക്കുള്ള അധികാരം. ഇത് ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ വിധി താങ്കൾ തീർത്തു പോയിട്ടുണ്ട്, അത് ഞാൻ വിട്ടുപോയി. അതായത് യുവതികളെ തടഞ്ഞാൽ സുരേന്ദ്രനെ അപായപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ക്രൂര നീക്കമാണ് നടത്തുന്നത് പോലീസ് നടത്തുന്നത്, ഭരണാധികാരികൾ എനിക്കറിയേണ്ടത് നമുക്ക് പ്രകടമാക്കുവാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഈ ശബരിമലയിൽ 2-3 പ്രാവശ്യം സുരേന്ദ്രൻ പോയിട്ടുണ്ട്, നാമജപത്തിൽ പങ്കെടുത്തു, അവിടുത്തെ ഇരുമുടി കെട്ടുമായിട്ട് പോയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഏതെങ്കിലും തരത്തിൽ ജനനമോ മരണമോ കൊണ്ട് ദണ്ഡയുടെ കാര്യം പറയുന്നു, വടിയുടെ കാര്യം പറയുന്നു, ഇതൊന്നും വാസ്തവമല്ല. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സുരേന്ദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ സാർ, അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിനെ സംബന്ധിച്ച് ഒരു കാര്യം ഹോട്ടലുകളിൽ വെജിറ്റേറിയൻ എന്നുള്ള കാര്യം നമ്മൾ താങ്കൾ ചർച്ചയുടെ ഔചിത്യം പാലിച്ചില്ലെങ്കിൽ ഓഡിയോ കട്ട് ചെയ്യുന്ന പ്ലീസ്. അതായത് ഇല്ല, താങ്കൾക്കാണ് സമയം തരുന്നത്. അതായത് ഏറ്റവും കുറവ് സമയം കൊടുത്തത് സ്വരാജിനാണ്. അതായത് 41 ദിവസത്തെ വ്രതം ജനനമോ മരണമോ കൊണ്ട് തടസ്സപ്പെട്ടാൽ ആ കൊല്ലം ശബരിമലയിൽ പോകാനാകില്ല എന്ന് പറഞ്ഞത് തന്ത്രിയുടെ അഫിഡവിറ്റ് ആണ്. അതിൽ സംശയമുണ്ട് കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട്. പോകട്ടെ, അത് അദ്ദേഹത്തിന്റെ മൗലികാവകാശം. 2, ഫിഷ് ആൻഡ് റൈസ് എന്ന ഇടപ്പാളിലെ വെളിയംകുളത്തെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചത്, നോൺ വെജ് ഹോട്ടലിൽ തന്നെ കയറി വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചതിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. അതും അദ്ദേഹത്തിന്റെ മൗലികാവകാശമായി കാണാം. ഇന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള കാര്യം, തീർത്ഥാടനത്തിന്റെ മറവിൽ ധർണ വേണ്ട, പ്രകടനം വേണ്ട എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിലത്തെ കോടതിയിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടിയിരുന്നു. യുവതികളെ തടഞ്ഞാൽ നടപടിയെടുക്കണമെന്ന് പോലീസിന് നിരുപാധികമായ അധികാരം ഹൈക്കോടതി സമർത്ഥിച്ച് നൽകുകയാണ് അവിടെ ചെയ്യുന്നത്. ആ വിഷയത്തിലും നിങ്ങൾക്ക് തിരിച്ചടിയാണ് കിട്ടുന്നത്. ആ രാഷ്ട്രീയ ജാള്യതയെ മറയ്ക്കാൻ ഇനി എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനുള്ള മറുപടി പറയൂ. ബാക്കി CPIനെ കുറിച്ചും കെ സുരേന്ദ്രനെ കുറിച്ചും വലിയ സ്വരാജ് പറയും. ഇവിടെ ഈ രാജ്യത്ത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടണം.
അത് പാലിക്കപ്പെടണമെന്ന് നിർബന്ധമുള്ളതാണ് അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ഓരോ ഹൈന്ദവ ഞാൻ പറഞ്ഞോട്ടെ സാർ, ഞാൻ ഇടപെട്ടിട്ടില്ല. വിധിയെ സംബന്ധിച്ചിടത്തോളം ആ വിധി വന്നു, സ്വാഭാവികമാണ്. ആ വിധിയെ സംബന്ധിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അതിന് യുവതികൾക്കാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പ്രവേശന അനുമതി നൽകുമ്പോൾ ആ ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ യുവതികളിൽ അവിടെ ഞങ്ങൾക്ക് ശബരിമലയിൽ ആ സമയത്ത് ദർശനം നടത്തണ്ട എന്ന് പറയുമ്പോൾ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ദർശനം നടത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആ പ്രക്ഷോഭങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു ഗവൺമെന്റിന് നേതൃത്വം നൽകിയ സുരേന്ദ്രനാഥ് ദൃശ്യങ്ങളുണ്ട്, പോലീസിന്റെ ദൃശ്യങ്ങളുണ്ട്. അത് കോടതിയിൽ സമർപ്പിച്ചു, AG അത് കോടതിയിൽ സമർപ്പിച്ചു. തീർച്ചയായിട്ടും അറിയുന്നില്ലേ? തീർച്ചയായിട്ടും നടപടിയെടുക്കാം. നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ കൊടുത്തത്, ഫേസ്ബുക്കിൽ ധാരാളം എഴുതാൻ സാധിക്കും. ഞാനും എന്റേതായിട്ടുള്ള അഭിപ്രായം ഇവിടെ റഹിന ഫാത്തിമ, നിങ്ങൾ അത് പറയൂ. റഹിന ഫാത്തിമ എന്ന് പറയുന്ന ആ സ്ത്രീ യുവതി അവര് ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ ഫേസ്ബുക്കാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവർ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താണ് ഒന്ന് കണ്ടു ഒന്ന് പറഞ്ഞു. വാർത്ത താങ്കൾ കണ്ടിട്ടില്ല, അതാണ് ഫാത്തിമയുമായി ഏതൊക്കെ തരത്തിൽ ആരൊക്കെയാണ് ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് യോജിച്ചതല്ല. അത് തേടാനുള്ള ഇതും എനിക്കില്ല. പക്ഷേ അത് എന്റെ ഉത്തരവാദിത്തത്തിലല്ല. രഹന ഫാത്തിമയുമായിട്ട് ആർക്കൊക്കെയാണ് ബന്ധം, അതൊക്കെ രണ്ടാമത്തെ കാര്യം. രഹന ഫാത്തിമ എന്നോ എക്സോ വൈയോ അവിടെ കോടതി നൽകിയ വിധിയെ അനുസരിച്ച് ആരെങ്കിലും എത്തിയാൽ, ശ്രീ സുരേന്ദ്രൻ, CPIM എന്നത് കേരളത്തിൽ ആരെങ്കിലും ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നാണെന്നെങ്കിലും അംഗീകരിക്കുമല്ലോ. ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നാണ്. ഒരു ജില്ലാ കമ്മിറ്റി വിചാരിച്ചാൽ മതി അവിടെ ഒരു സ്ത്രീയെ വേണമെങ്കിൽ എത്തിക്കാം. നിങ്ങൾക്കത് തടയാനാകില്ല. പക്ഷേ അവർക്ക് ആ ഉദ്ദേശമില്ല എന്ന് ശ്രീ സ്വരാജ് പറഞ്ഞു. ശ്രീ സുരേന്ദ്രൻ അതാണ്, പരാജയപ്പെടില്ലായിരുന്നു, ഒരു ജില്ലാ കമ്മിറ്റി വിചാരിച്ചാൽ മതി. പക്ഷേ ആരെങ്കിലും കോടതിയുടെ ഉത്തരവുമായി അവിടെ കയറാൻ ചെന്നാൽ അവർക്കുള്ള സൗകര്യം ഒരുക്കൽ പോലീസിന്റെ ബാധ്യതയാണ്. അത് ഭരണഘടനാപരമായുള്ളതാണ്. അതാണ് ഇന്ന് ഹൈക്കോടതി അടിവരയിട്ടത്. യുവതികളെ തടഞ്ഞാൽ നടപടിയെടുക്കാമെന്ന്. ശ്രീ VV പ്രകാശ് അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. പക്ഷേ ഭരണകൂടങ്ങൾ ജനാധിപത്യത്തിൽ യാന്ത്രികമാകരുത്. അത് പരിശോധിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ഭരണകൂടത്തിന്റെ ചുമതല നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് അക്കാര്യത്തിൽ പറഞ്ഞത്. ഇവിടെ വളരെ സ്പഷ്ടമാണ്. ഇതുകൂടി ചേർത്ത് വെച്ച് പറയാം, സമയം പോകും തോന്നുന്നു, ചേർത്ത് വെച്ച് പറയാം. ഈ വയൽക്കിളി സമരത്തോടു കൂടി തന്നെ BJPയുടെ പൊയ്മുഖം കൃത്യമായിട്ട് അഴിഞ്ഞുപിടിയിരിക്കുകയാണ്. ഇത്തരം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ BJP ചാടി വീണ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ തിരിച്ചറിവാണ് കീഴാറ്റൂരിലുണ്ടായത്. ശബരിമലയിലും ജനങ്ങൾ BJPയുടെ ഈ കാപട്യങ്ങൾ തിരിച്ചറിയണം. ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ മീൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കക്ഷികൾ. താങ്കളുടെ പ്രതികരണ സമരം ജനുവരി 22 വരെയാണ് പുനഃപരിശോധനാ ഹർജി പരിശോധിക്കുന്നതിനായി കോടതി മാറ്റിവെച്ചത്. ഇത്രയേറെ ദേശീയ അവബോധവും ഇത്രയേറെ ദേശീയ ജാഗ്രതയുമുള്ളവർ, യാന്ത്രികമായ ജാഗ്രതയുള്ളവർ ഈ 22 വരെയെങ്കിലും ഇനി ഞങ്ങളുടെ സമരം സ്വാഭാവികമായി റദ്ദാകും. അതൊരു ജുഡീഷ്യറിയുള്ള മര്യാദയാണ്. ജനങ്ങളുടെ കൂടെ മാറ്റിവെക്കില്ല. കാരണം എന്താണെന്നറിയോ? അത് പറയാം. ജനങ്ങളുടെ കൂടെ നിൽക്കാൻ അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കേണ്ട ചുമതലയുണ്ട്. കോടതി അത് പറഞ്ഞു എന്ന് വിചാരിച്ച് ജനങ്ങളുടെ തള്ളി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM ഇവിടെ യാന്ത്രികമായി നിലപാടെടുക്കുന്നു. BJPക്ക് ഈ അന്തരീക്ഷം മുതലെടുക്കാനുള്ള അവസരം കൊടുക്കുന്നു. ഈ സന്ദർഭത്തിൽ BJPയുടെ കാപട്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ BJP ഉപേക്ഷിക്കുകയും BJPയുടെ കാപട്യം തിരിച്ചറിയുകയും ഇതുവരെയുള്ള സമരത്തിലെ ഒന്നിന്റെ പ്രതികരണമായിരിക്കും. ഒരു ഫിനിഷിംഗ് വേണ്ടേ? പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ പ്ലീസ് സോറി, ഞാൻ പറയട്ടെ. അതോടൊപ്പം തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ഇത്തരം യാന്ത്രിക നിലപാടുകൾ നേരിടാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. അതിനകത്ത് ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത്. കാര്യം ഇങ്ങനെ സാങ്കേതികമായി കോടതി വിധികൾ ഉണ്ടെങ്കിലും ജനങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾ മുഖേന ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ശ്രീ പ്രകാശ്, അതായത് ഈ BJP കീഴാറ്റൂരിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ
ശബരിമലയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ, കീഴാറ്റൂരിൻ്റെയും ശബരിമലയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ BJPയെ തുറന്നു കാട്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് കൂടുതൽ സംവദിക്കാൻ എളുപ്പമായി. ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന സമര സഹകരണം മാറ്റി നിങ്ങൾ സംസാരിക്കുന്നത് CPM-ന് വേണ്ടിയിട്ടാണ്. CPM ബോധപൂർവമായി ഇങ്ങനെ ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് ആയ നിലപാടാണ്. ഞങ്ങൾക്ക് എങ്ങനെ BJP-യുമായി കൂട്ടാൻ സാധിക്കും? CPM അങ്ങനെ ഒരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. 78, 89 സമയമില്ല, വിശദീകരിക്കാം. ഞങ്ങൾക്ക് അങ്ങനെയില്ല. VP സിംഗിന്റെ കാലത്താണെങ്കിൽ ആ VP സിംഗ് ആണ് അധികാരം പോകുമ്പോഴും പങ്കാളികളായിരുന്നില്ല. അധികാരം പോകുമ്പോഴും തടഞ്ഞു പള്ളി പൊളിക്കുന്നതിന്. പക്ഷേ അത് പോകാഞ്ഞിട്ടും നരസിംഹറാവു ആണ് പള്ളി പൊളിച്ചത്. പെട്ടെന്ന് പറഞ്ഞു അതൊക്കെ പറയുന്നത് സ്വരാജ്. ശ്രീ എം സ്വരാജ്, അതായത് നിങ്ങൾ യാന്ത്രികമായി ഈ വിഷയത്തെ കാണുകയും നിങ്ങൾ കോടതികളുടെ മാത്രം കാര്യങ്ങൾ നോക്കുകയും അങ്ങനെ ചെവിയും മൂക്കുമില്ലാതെ യന്ത്രം പോലെ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെയും പരിണിത ഫലമാണ് രാഷ്ട്രീയമായി കോൺഗ്രസ് അനുഭവിക്കുന്ന ഈ ശ്വാസമുട്ട് എന്നും കൂടി പറയേണ്ടതുണ്ട്. ശ്രീ സ്വരാജ്, കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശരിയായി തന്നെ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നേരത്തെ BJP-യുടെ കാര്യം പറയുമ്പോൾ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനും പറയുന്നില്ല. വേണമെങ്കിൽ വടകര, ബേപ്പൂർ എന്നൊക്കെ എനിക്ക് പറഞ്ഞ ആളുകൾ മനസ്സിലേക്ക് പിന്നെ ഈ ബാബറി മസ്ജിദ് സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച VP സിംഗിന് എങ്ങനെയാ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, ആരുമായി ചേർന്നിറങ്ങി എന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞ് ഇനി അവസാന സമയത്ത് പ്രകോപനത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആദ്യം ബഹുമാന്യ ശ്രീ VV പ്രകാശ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. വിശ്വാസികളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. ഏത് വിശ്വാസികളുടെ ഇടയിൽ എപ്പോഴും വ്യത്യസ്തമായ നിലപാടുണ്ട്. പണ്ട് കോൺഗ്രസ് ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അതാണ് ഇപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ അവിടെ ക്ഷേത്രപ്രവേശനം പാടില്ല എന്നാണ് മഹാഭൂരിപക്ഷം വിശ്വാസികളും കരുതിയിരുന്നത്. അന്ന് വിശ്വാസികളോടൊപ്പം നിൽക്കുമെന്നല്ല പറഞ്ഞത്. വൈക്കം സത്യാഗ്രഹത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കുന്നല്ല പറഞ്ഞത്, അല്ല പറഞ്ഞത്. അപ്പൊ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നിന്നിരുന്നത്. ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോ കോൺഗ്രസ് പറഞ്ഞല്ലോ ചരിത്ര വിധിയാണ്, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ തീർക്കട്ടെ. അല്ല ക്ഷേത്രപ്രവേശനത്തിന്റെ വിഷയം വരുമ്പോ ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ട മഹാഭൂരിപക്ഷം പേരും കരുതിയിരുന്നത് ഞങ്ങൾക്ക് അതിന് അവകാശം ഇല്ല എന്നാണ്. അങ്ങനെ കരുതിയിരുന്നത്. അത് അന്നത്തെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞെന്താ, ഈ കോടതി വിധി എല്ലാവർക്കും ബാധകമാണെന്നാണെന്ന് പറഞ്ഞത്. AICC പറഞ്ഞതാണ് ചരിത്ര വിധി. ഇത് അവധാനതയോടെ നടപ്പാക്കണമെന്നൊന്നും അല്ല പറഞ്ഞ്. ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാതിരിക്കാൻ വളഞ്ഞ വഴികൾ അന്വേഷിക്കലല്ല ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ തന്നെ KPCC-യുടെ തന്നെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇപ്പൊ സ്വീകരിക്കുന്ന നിലപാടിനോട് വിയോജിപ്പ് പരസ്യമായിട്ട് പുറത്തു വന്നില്ലേ? അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ കാര്യം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. C കേശവനെ പോലുള്ള ആളുകളൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ് കേരളത്തിൽ കോൺഗ്രസ്, നമ്മൾ മറന്നുപോകരുത്. ഇവിടെ BJP നേതാവ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ ചർച്ച ആസ്വദിക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട BJP നേതാവ് ഒന്നുകിൽ കണ്ണും പൂട്ടി അങ്ങ് പറ സുരേന്ദ്രൻ ആ ഹോട്ടലിൽ പോയിട്ടില്ല, കള്ളാണെന്ന് പറ, അല്ലെങ്കിൽ പോയി അവിടെ നിന്ന് വെജിറ്റേറിയൻ ആണ് കഴിച്ചത്. ഞാൻ പറയുന്നത് ഇപ്പോ ആചാരത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, ഞാൻ ആചാര സംരക്ഷകനൊന്നുമല്ല. പക്ഷെ എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടു ശീലിച്ച ചില കാഴ്ചകളുണ്ട്. എന്റെ ബന്ധുക്കളൊക്കെ ധാരാളം ശബരിമല പോയിട്ടുള്ളവരാണ്, കെട്ടു നിറച്ചൊക്കെ. ഞങ്ങളുടെ നാട്ടിലും കേരളത്തിൽ പരക്കെയും കണ്ടിട്ടുള്ളത് വ്രതം അനുഷ്ഠിക്കുമ്പോൾ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കും. പക്ഷെ അയ്യപ്പന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ പ്രത്യേക ഹോട്ടലുണ്ട്. അവിടെ ഭക്ഷണം വെക്കുന്നവരും വ്രതം അനുഷ്ഠിച്ചിട്ട് വ്രതം നോക്കിയിട്ടൊക്കെ വെക്കുന്നതാണ്. അല്ലാതെ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ അന്വേഷിച്ച് പോയിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ഒരു അയ്യപ്പനെ ഞാൻ ആദ്യമായിട്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പറയുന്നു, ഞാൻ അതിനൊന്നും പരിഹസിക്കല്ല. പക്ഷെ ഇത് ജനങ്ങളുടെ മുമ്പിൽ പരിഹാസമാണ്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ആചാരത്തെ കുറിച്ച് വാദോരാതെ പറഞ്ഞു, വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറഞ്ഞു. 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിട്ടാണല്ലോ ശബരിമലയിൽ പോവുക നമ്മുടെ നാട്ടിലുള്ള ഭക്തർ. 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് ഇരുമുടിക്കെട്ടുമായി പോയ ശ്രീ സുരേന്ദ്രന്റെ മുഖത്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഒരൊറ്റ രോമം കാണാനുണ്ടോ? ഇത് എന്ത് മനുഷ്യനാണ്? ഇപ്പൊ 2 ആഴ്ച ജയിലിൽ കിടന്നപ്പോ താടി മീശൊക്കെ വന്നല്ലോ. അപ്പൊ അത് വ്രതം അനുഷ്ഠിച്ച് പോയതാണോ? ഇത് ഭക്തരെ വെല്ലുവിളിക്കലല്ലേ? സന്നിധാനത്ത് മൂത്രമൊഴിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു. ഭക്തിയുള്ളവൻ അങ്ങനെ പറയുമോ? 52 വയസ്സായ സ്ത്രീയുടെ തലയിലേക്ക് നാളികേരം വലിച്ചെറിയോ? ഭക്തരെ ആക്രമിക്കുവോ? ഇപ്പൊ കോടതി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റും ബോർഡും ഒക്കെ മാപ്പ് പറയണമെന്നാ. നിങ്ങൾക്ക് എന്തും പറയാം, അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ കോടതി എന്താ പറഞ്ഞത്?
ഇപ്പൊ കോൺഗ്രസിനും ബാധക. കോൺഗ്രസ് നാളെ മുതൽ സഭ സ്തംഭിപ്പിക്കുന്നു, ടിവിയിൽ കണ്ടു. 144 പിൻവലിക്കണം എന്ന് പറഞ്ഞു. 144 പിൻവലിക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് സഭ സ്തംഭിപ്പിക്കാൻ പോകുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് പരിശോധിച്ചിട്ട് 144 തുടരാം എന്ന് പറയുന്നു. നിരോധനാജ്ഞ തുടരാം. അതാ പറഞ്ഞത്. ഞങ്ങളല്ല മാപ്പ് പറയേണ്ടത്, BJP ആ മാപ്പ് പറയേണ്ടത്. എന്നിട്ട് പറഞ്ഞു പ്രതിഷേധം അല്ല, 144 തുടരാന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ അർത്ഥമുള്ളൂ, 144 തുടരുക. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, അങ്ങ് സംസാരിച്ചു കഴിഞ്ഞു. 144 തുടരുക എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, 144 തുടരുക. പ്രതിഷേധവും ധർണയും അവിടെ പാടില്ല. പോലീസിന് ഇടപെടാം, യുവതികൾ വരുമ്പോ തടഞ്ഞാൽ അപ്പോ ഇടപെടാം, പരിശോധന നടത്താം. ഇതാണ് പറഞ്ഞത്. ഞാൻ ഇന്നത്തെ ഹൈക്കോടതി വിധിയെ സർവാത്മനാ സ്വാഗതം ചെയ്തു. നന്നായി, ഈ സമിതിയെ വെച്ചത് ഉൾപ്പെടെ നന്നായി. അതിന്റെ ഉത്തരവാദിത്വം സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടുന്നതിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ കേരള ഹൈക്കോടതി കൂടി ഇടപെടുകയും 144 തുടരാം, നിങ്ങളുടെ നടപടികൾ തുടരാം എന്ന് പറയുകയും ചെയ്തു. പുറമെ നിർദ്ദേശ രൂപത്തിൽ കോടതി പറഞ്ഞതും സ്വീകാര്യമാണ്, അതും സ്വീകാര്യമാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒറ്റ ഒന്നേ ഉള്ളൂ, കോടതിയെയും ഒക്കെ മാനിക്കുന്നതിൽ മുൻപിലാണ് എന്ന നിലപാടാണ് എപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത്. ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലെങ്കിലും കോൺഗ്രസ് 144 പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സഭ സ്തംഭിപ്പിക്കും എന്ന നീക്കത്തിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത്. അത് ഏറ്റവും അവസാനമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. ആ രാഷ്ട്രീയ ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരമുണ്ടോ? സമയം വൈകിയ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നാളെ സഭയിൽ ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് 144 പിൻവലിക്കണം എന്നത് അടക്കമുള്ള കോൺഗ്രസ് നിലപാടിൽ മാറ്റമുണ്ടോ എന്നതാണ് സ്വരാജിന്റെ ചോദ്യം. മാറ്റം വരുത്തേണ്ട കാര്യമില്ല. കാരണം ഗവൺമെന്റ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 144 അടക്കമുള്ള ഉത്തരവുകൾ ഗവൺമെന്റിന് വേണ്ടി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും. കാരണം ലോ ആൻഡ് ഓർഡർ ഗവൺമെന്റിന്റെ പ്രാഥമിക ചുമതലയാണ്. ഗവൺമെന്റിന്റെ പ്രാഥമികമായ ചുമതലയാണ്. സ്വാഭാവികമായിട്ടും നേതാവ് ദയവായിട്ട് ഇങ്ങനെ പറയരുത്. കാരണം കോടതിയുടെ മുമ്പാകെ വന്ന ഹർജികളിന്മേലുള്ള തീർപ്പാണ്. എല്ലാ വശങ്ങളും പരിശോധിച്ച് വാദിച്ചുമെടുത്തൊരു വിധിയാണ്. ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെടുത്ത വിധിയാണെന്നൊന്നും പറയരുത്. കോടതി പാർട്ട് ഓഫ് ദി ശരിയല്ല. അതല്ല, ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ചുമതല കോടതിക്കുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഹൈക്കോടതി ഗവൺമെന്റിനെ എത്ര കർശനമായി വിമർശിച്ചിരിക്കുന്നു. ഏതെല്ലാം കാലത്ത്, നിങ്ങളെ കാലത്തും ഞങ്ങളെ കാലത്തും. ഗവൺമെന്റ് പറയുന്ന അങ്ങനെ ക്രമസമാധാനം പാലിക്കാൻ 144 പ്രഖ്യാപിക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ കോടതി വേണ്ടെന്ന് പറയൂ. അതായത് നോക്കൂ, അതായത് കേരളം സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് മാത്രമാണ് സുപ്രീം കോടതിയുടെ ഇത്രയും നാൾ നീണ്ട പരിശോധനകൾക്ക് ശേഷമുള്ള വിധി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെയാണ് ഹൈക്കോടതിയെയും സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണെങ്കിൽ തിരിച്ചടികൾ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ അത് ശരിയാണോ സ്വരാജ്? ഒരു ജനാധിപത്യ മര്യാദയിൽ ജുഡീഷ്യറി BJP-യിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. പക്ഷെ കോൺഗ്രസ് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇനിയിപ്പോ ഒരുപക്ഷെ മറുപടി പറയാൻ അവസരമില്ലായിരിക്കും, അതുകൊണ്ട് ഞാനൊരു പുതിയ ആരോപണം ഉന്നയിക്കുന്നില്ല. മതനിരപേക്ഷവാദികളായ പുരോഗമനകാരികളായ കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ നിരാശപ്പെടുത്തുകയാണ്. ഒറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ. അത് മുലക്കരത്തിനെതിരെ മുലമുറിച്ച് നൽകി പ്രതിഷേധിച്ച നങ്ങേലിയിൽ തുടങ്ങുന്ന നവോത്ഥാനത്തിന്റെ വലിയ വീരഗാഥ നമുക്കുണ്ട്. ശ്രീനാരായണനും ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും അടക്കമുള്ളവർ കൊളുത്തിയത്. ആ നവോത്ഥാനത്തിന്റെ മൂല്യങ്ങൾ നിരന്തരം സംരക്ഷിക്കപ്പെടുന്നതിന്റെ സൈറൻ തന്നെയാണ് ഹൈക്കോടതി നിരന്തരം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. കോടതികളിൽ നിന്നും ഒക്കെയും മുഴങ്ങുന്നത്. മറുവശത്താകട്ടെ കീഴാറ്റൂരിലും ശബരിമലയുടെ പാത തന്നെയാണ് തുടരുന്നതെന്ന് ഒരിക്കൽ കൂടി ബോധ്യമാവുകയാണ്. ഇവിടെ മാറേണ്ടത് ആരൊക്കെ, മാറ്റേണ്ടത് എന്തൊക്കെ, ആ രാഷ്ട്രീയമാണ് ഫുൾ സ്റ്റോപ്പ് ഇടാതെ മുമ്പോട്ട് വെക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.